ആവശ്യങ്ങളെയും കടമകളെയും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അധികാരമാവേശിക്കാൻ പ്രാർത്ഥിക്കുകയും നിങ്ങൾ ഓരോ അവയവങ്ങളെയും അവയെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവരുടെ ബുദ്ധിമുട്ടുകളിലേക്ക് വീട് നമുക്ക് സർവ്വദേശത്തെ നമ്മൾ പക്ഷേ സ്ട്രോങ് ആയിരിക്കും, പക്ഷെ നമ്മുടെ വൈഫ് സ്ട്രോങ് ആവും, നമ്മുടെ വൈഫ് സ്ട്രോങ് ആയിരിക്കും, പക്ഷെ ഹസ്ബൻഡ് സ്ട്രോങ് ആവും, ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്ട്രോങ് ആവും. നമ്മുടെ പുറമേ കാണുമ്പോഴല്ല, പലരും പുറമേ ഉണ്ടാവും, പലരും ശുശ്രൂഷിക്കുന്നുണ്ടാവും, പലരും ഈ കൊയറിന്റെ ലീഡറായിരിക്കും, സൺഡേ സ്കൂൾ ടീച്ചറായിരിക്കും, പലരും പ്രവചിക്കുന്നവരായിരിക്കും. പക്ഷേ ദൈവമായിട്ടുള്ള ഇന്റിമസി വേറെ, ഹൃദയം കർത്താവുമായിട്ടുള്ള വലിയ കൂട്ടവകാശം, കർത്താവുമായിട്ടുള്ള വലിയ ഇന്റിമസി, ഫാദർ സൺ ബന്ധം കണ്ടെത്തുകയില്ല. എല്ലാവരും ആവശ്യങ്ങൾക്ക് വേണ്ടി യേശുവിന്റെ പുറകെ പോകുന്നത്. അന്ന് രാത്രി കാഴ്ചപ്പാട് മാറും, രാത്രിയുടെ കാഴ്ചപ്പാട് മാറും. ഒരാവശ്യത്തിന് വേണ്ടി യേശുവിന്റെ പുറകെ കർത്താവിന്റെ കഥാനെ അമ്മാവിടെ മണ്ടയിൽ ഇല്ലെങ്കിലും തന്നാലും തന്നില്ലെങ്കിൽ, സൗഖ്യമാക്കിയാൽ സൗഖ്യമാക്കിയില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കർത്താവിനെ സേവിക്കുക, ഹൃദയം നോക്കുക. നമ്മൾ പ്രാർത്ഥിച്ച ചിലപ്പോൾ മറന്നില്ലെന്നിരിക്കും, ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഹീലിംഗ്സ് നടന്നില്ലെന്നിരിക്കും, ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അനേക വർഷമായി പ്രാർത്ഥിക്കാൻ ഇവിടുന്നില്ലായിരിക്കും. കർത്താവുള്ള ബന്ധം റോഡ് കഴിക്കുന്ന ആത്മാവാണ് വിശാലിന്റെ ആത്മാവ്. റോഡിലായിരിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കണ്ടായിരുന്നു. കൂടുതലൊക്കെ നമ്മളെ പഴയ പരിശോധിക്കും, എത്ര വേണം അത്ര വേണം ചോദിച്ചോണ്ടിരിക്കും. ഇത്ര ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സമയം കളയണം, ഇത്രയും നേരിട്ട് മീറ്റിംഗ് വേണമെന്നൊക്കെ എന്നാൽ ദൈവികമായ ബന്ധത്തിൽ വരുമ്പോഴത് ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ഭൂമിയിൽ കർത്താവ് എനിക്ക് നിന്റെ എന്റെ ഇഷ്ടപ്രകാരമല്ല ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ഞാൻ ഉദ്ദേശിക്കുന്ന മക്കളെ എന്റെ ഇഷ്ടപ്രകാരം ഒരു കാര്യം പരിശുദ്ധാത്മാവിന്റെ നയിക്കണം, പരിശുദ്ധാത്മാവിന്റെ സംസാരിച്ച എല്ലാവരും സംസാരിക്കും, നിങ്ങളുടെ ആത്മാവ് സംസാരിക്കുന്നത് സംസാരിക്കണം, നിങ്ങൾ സംസാരിക്കണം. എന്ന് പല കാര്യങ്ങൾ പറയാതെ തന്നെ സംസാരിക്കണമേ. രാത്രി എന്താണ് വിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നത്? ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്
ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ എത്തിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ആത്മാവ് 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 എഴുതപ്പെട്ടെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. എന്നാൽ ആത്മാവ് പ്രാർത്ഥിക്കും. നമുക്ക് പരിമിതികളുണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് വാക്കുകൾ പ്രാർത്ഥിക്കാം, കാര്യങ്ങൾ പ്രാർത്ഥിക്കായിരിക്കും. ആത്മാവിനറിയാം എന്ത് ജാഗരിക്കണം അറിയാം. നമ്മൾ ഉറക്കത്തിലും കർത്താവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. രാത്രി നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചാൽ മനസ്സരിയണമേ. ഈ സാന്നിധ്യം പോയ പരിശുദ്ധാത്മാവ് സാന്നിധ്യം ഇതുണ്ട്. ഇതിന്റെ ആഴങ്ങൾക്കായി ദിവസത്തെ സമർപ്പിക്കുന്നു. ആഴങ്ങൾക്കായി സമർപ്പിക്കുന്നുണ്ട്. ആഴങ്ങൾക്കായി ജാതികരിപ്പിക്കുന്നുണ്ട്. ആഴങ്ങളിലോ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഒരുപാട് പ്രാർത്ഥന, അതുപോലെ പ്രാർത്ഥനയ്ക്ക് ആഴങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ആത്മസാന്നിധ്യം വെളിപ്പെടുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് തന്നെ ആഴങ്ങളുള്ള പ്രാർത്ഥന ആഴങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ആത്മാവിന്റെ ആഴങ്ങൾ പോലെ പ്രാർത്ഥനയ്ക്ക് ആഴങ്ങളുണ്ട്. പ്രാർത്ഥനയ്ക്ക് ആഴങ്ങൾ പ്രാർത്ഥനയുടെ ആഴങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ആഴങ്ങൾ ഈ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ നമുക്ക് വെളിപ്പെട്ടിരണം. നമ്മുടെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യണം. ദൈവത്തിന്റെ ഹാർട്ടുണ്ട്, ഹൃദയം നമുക്ക് തുറന്നിടണം. ദൈവത്തിന്റെ മനസ്സുണ്ട്, മനസ്സ് തുറന്നിടണം. മനസ്സിന്റെ രാത്രി നമുക്ക് തുറന്നിടണം. കർത്താവിന്റെ മനസ്സിലിരിക്കുന്നതൊക്കെ നമുക്ക് വെളിപ്പെട്ട് രാത്രി പ്രാർത്ഥനയുടെ അഭിയാചനയുടെ യേശു പ്രാർത്ഥന രാത്രിയാമത്തിൽ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പഠിക്കുമ്പോൾ അവരെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയിൽ മദർ ശുശ്രൂഷ വിട്ടിരിക്കാം. പ്രാർത്ഥിക്കാതെ മദർ ശുശ്രൂഷ ചെയ്യാൻ സാധ്യമല്ല. പ്രാർത്ഥിക്കാതെ സാധ്യമല്ല. പ്രാർത്ഥനയുണ്ടെങ്കിൽ ഒരു മദർ ശുശ്രൂഷ, പ്രാർത്ഥനയുണ്ടെങ്കിൽ ഒരുപാട് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒന്നും നമ്മുടെ മീറ്റിംഗൊന്നും പ്ലാൻ മീറ്റിംഗ് അല്ല. കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു? പ്രിപ്പയർ ചെയ്യണമെന്നല്ല, പ്രിപ്പയർ ചെയ്യണം. പക്ഷേ അതല്ല ആത്മാവിടെ നമ്മൾ സംസാരിച്ചു അതിന്റെ ആഴങ്ങൾക്ക് ഞങ്ങൾ മീറ്റിംഗ് പോയില്ലോ. സംസാരിച്ചുകൊണ്ടിരുന്ന മൗനമായ രീതിയിൽ സ്വാതന്ത്ര്യത്തോടുകൂടി രാത്രി ഒരു ആത്മസാന്നിധ്യം ആഴം കൊടുക്കുക. ആത്മാവിന്റെ ആഴങ്ങൾ പ്രാർത്ഥനയുടെ ആഴങ്ങൾ രാത്രി പ്രാവശ്യമാണ് പോകാൻ പോകുമ്പോൾ വ്യത്യസ്തമായിരിക്കണം. ചുറ്റും പോകുന്നവർ വ്യത്യസ്തമായിരിക്കണം. ജീവിതത്തിൽ പ്രാവശ്യമാണ് ആ ദിവസം വെളിപ്പെട്ട് പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അത് വെളിപ്പെട്ട് വരണം.
യാത്ര ചെയ്ത് വരുന്നത്. യാത്ര ചെയ്ത് വരുന്നത്. പലരും 40-50 മിനിറ്റ് ഒരു മണിക്കൂർ യാത്ര ചെയ്ത് വരുന്നവരാണ്. വലിയ യാത്ര നമ്മുടെ യാത്ര വ്യർത്ഥമായി പോയി. നമ്മൾ വരുന്നത് എന്തിനാണ്? ജനത്തെ കൂട്ടുവരുന്നത്, ജനത്തെ കൂട്ടുവരുന്നത്. പലപ്പോഴും ഈ അവര് വരാനുള്ള ലേറ്റായിട്ട് വരുന്നത് എന്താ പറയുക, അവർക്ക് ഈ നാട്ടിൽ തോന്നുന്നത് കിട്ടത്തില്ല. അവരിങ്ങനെ സാധാരണ വരുന്നതേ നമ്മൾ വർഷിപ്പിക്കുന്നതിന് അവസാന കൂടുതൽ മാത്രം ലഭിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ പരിശുദ്ധാത്മ നമ്മൾ തുടങ്ങുമ്പോഴേ തുറക്കുമ്പോഴേ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ രാത്രിയിൽ നമ്മളോട് മഹത്വം തന്നെ 2 വചനം സംസാരിക്കാനിടയായി. അതാണ് കർത്താവ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. എപ്പോഴും റെഡിയായിരിക്കും, എപ്പോഴും ഉണർന്നിരിക്കണം. ഏത് സമയത്തും അരകെട്ടിയിരിക്കണം. ഏത് സമയത്തും നമ്മുടെ ശുശ്രൂഷ പ്രിപ്പറേഷൻ എപ്പോഴും റെഡിയായിരിക്കണം. എല്ലാവരും പട്ടാളക്കാരാണ്, നമ്മൾ ഒരു മിലിറ്ററി ഓഫീസേഴ്സാണ്. നമ്മളെന്താണ് ഒരു യുദ്ധം ചെയ്യാൻ യുദ്ധങ്ങളൊക്കെ നിൽക്കുന്ന ഏത് സമയത്ത് കമാൻഡ്സ് വരുമ്പോൾ ചാടിക്കണം. ഏത് സമയത്ത് മോണമായിട്ട് നടക്കേണ്ടവ, ഏത് സമയത്ത് നമ്മൾ നിൽക്കേണ്ടവ. ജാഗ്രത. നമ്മളൊരു ദേശത്തിന് വേണ്ടി നമ്മൾ കാവൽക്കാരനാണ്, ദേശത്തിന്റെ കാവൽക്കാരനാണ്. നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കാവൽക്കാരൻ നമ്മളെല്ലാം ദേശത്തിന്റെ കാവൽക്കാരൻ. ദേശത്തെ മൊത്തം ദേശം വിശാലിന്റെ അണ്ടറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്തമാണ്. ഈ ദേശം ദൈവമില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുക, ദൈവമില്ലാതെ കൊണ്ടിരിക്കുക. നമുക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമാണ്. ഇവിടെ വന്ന ആത്മാക്കളുടെ നാശത്തിന് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മളെ ജാഗ്രതയോടെ രാത്രിയാകുമ്പോഴൊക്കെ ദൈവം നമ്മളെ എഴുതിപ്പിക്കുന്നു, പ്രാർത്ഥിപ്പിക്കുന്നൊക്കെ അതിനു വേണ്ടി, ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി. കാരണം നമ്മളെപ്പോഴും എന്താണ് ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലെ എപ്പോഴും നമ്മൾ ദൈവത്തിന് വേണ്ടി ഉണർന്നിരിക്കുക. നമ്മുടെ കൂടെ ഏഞ്ചൽസ് ഓൺ പ്രൊട്ടക്ഷൻ ഉണ്ട്, നമ്മളുടെ പരിശുദ്ധാത്മാവുണ്ട്, നമ്മളുടെ പിതാവാദൈവമുണ്ട്, നമ്മളുടെ പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മുടെ കൂടെ നമുക്ക് സ്റ്റെപ്പുകൾ വെച്ചെങ്കിലും നമ്മൾ വായന തുറന്നെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. നമ്മൾ എഴുതിയിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി നിൽക്കുവാൻ ദൈവം എഴുതിയിട്ട് ശത്രു ചെയ്തോളും. ശത്രു ചെയ്തോളും. തുറക്കപ്പെടുവാനുടെയോ മാറുവാനുടെയോ രാത്രി ദൈവത്തിന്റെ മനസ്സിനെ ഏൽപ്പിച്ചു കൊടുക്കും. ربوني هللويا هللويا ربوني يس هللويا ربوني ربوني هللويا എല്ലാവരും ഒരു വന്നിട്ടുണ്ട്. അതാണ് റബ്ബൂനി. പ്രൈസ് ഗോഡ്. എല്ലാവരും ഗുരു എഴുതിയിട്ടുണ്ട്. എന്നോട് ഭയങ്കര ഗുരു എന്റെ ഗുരു എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഗുരു എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഗുരു എഴുതിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ഗുരു എഴുതിയിട്ടുണ്ട്. യേശു എഴുതിയിട്ടുണ്ട്. യേശു എഴുതിയിട്ടുണ്ട്. രാജാവ് എഴുതിയിട്ടുണ്ട്. King of King എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ റബ്ബൂനി ഹല്ലേലൂയ. രാത്രി എത്തിയിട്ടുണ്ട്. രാത്രി യേശു എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ യേശു എഴുതിയിട്ടുണ്ട്. നമ്മൾ വരുന്നതിന് മുന്നേ പരിശുദ്ധാത്മാവ് എത്തി കഴിഞ്ഞു. ഹല്ലേലൂയ യേശു എഴുതിയിട്ടുണ്ട്. സംസാരിക്കാൻ യേശുവിന്റെ നാമത്തിൽ കാണിച്ചു വരുന്നു. യേശുവെ വന്നിരിക്കുന്ന ആത്മാവിനെ ഗ്രഹിച്ചാൽ, ആത്മാവിനെ യേശുവിനെ കാണട്ടെ, ആ സ്ഥാനത്തെ അറിയട്ടെ, ആ സ്ഥാനത്തെ നമ്മൾ ഗ്രഹിച്ചറിയട്ടെ, ഗ്രഹിച്ചറിയട്ടെ. യേശുവിന്റെ ശബ്ദം കഠിന ഹൃദയമാകരുത്, കഠിന ഹൃദയമാകരുത്. ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ, കാഴ്ച ഏൽപ്പിച്ചാൽ കഠിന ഹൃദയമാകരുത്. നമ്മുടെ കല്ലുകൊണ്ട് ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നത് ആവശ്യമായി ബ്ലോക്കുകൾ മാറട്ടെ, ഹൃദയത്തിന്റെ ബ്ലോക്കുകൾ മാറട്ടെ. ബുദ്ധിമുട്ടുകളെല്ലാം മാറട്ടെ. നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി സ്പിരിറ്റ് വളരട്ടെ. സ്പിരിറ്റിനോട് ദൈവം സംസാരിക്കുന്നു. നമ്മുടെ സ്പിരിറ്റിനോട് ദൈവം സംസാരിക്കുന്നു.
Yes. Hallelujah. 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 Just the voices now. Praise the Lord.
singing. Lord, I thank you for your glory, your presence here. Fill this house with your glory. Touch us tonight. Welcome you, Holy Spirit. Father, we are welcome you tonight. Yes, Father, we are welcome you tonight. Hallelujah. Father, I need more Holy Spirit tonight. More anointing. Hallelujah. Look at you and you alone. Hallelujah. ഇവരില്ലാത്ത ദൈവസാന്നിധ്യമാണ് കർത്താവ്. Give us the spirit of worship. Worship Jesus. Begin to move and do what only you can do. Touch your people, Lord. You are Just a little more. Just look right at him and sing. You're holy. Hallelujah, 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 hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Praise God, praise God, praise God, praise God, praise God, praise God, praise God. Oh, Riki Mana Sharabana Shandara 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 Divara Khandara Sharabana. Terus anniversary പറഞ്ഞാൽ anniversary പറഞ്ഞാൽ Hallelujah. Hallelujah. Anniversary പറഞ്ഞാൽ Hallelujah. Jesus, Jesus, Jesus. Anniversary പറഞ്ഞാൽ ആരും ഒരുപാട് കേൾക്കാതെ Jesus, Jesus, Jesus. Jesus, hallelujah, Rakana Bashantara Baba. Ibala Baba Shantara Hallelujah. Ura Kamana Shana Hallelujah. Shivara Kanasi Karas. Ura Kala Maraka. Holy. Holy. Yes. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. രാത്രി കർത്താവ് വ്യത്യസ്തമായി വചനങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. Hallelujah. ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു. അതുകൊണ്ടാണ് നെക്ക് ഒന്ന് ബ്രേക്ക് ചെയ്ത് സ്വന്തം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് രാത്രി കർത്താവ് സംസാരിക്കുന്നത് ദൈവം സംസാരിക്കുന്നുണ്ട്. Hallelujah. ബൈബിൾ സംസാരിക്കുന്നുണ്ട്. Yes, ദൈവം സംസാരിക്കുന്നുണ്ട്.
Just wait there for a moment. Stand up. Sing it, everyone. I stand in awe of you, Holy God, to whom all praise is due. Stand. I stand in awe of you. Lift your voice up. Say that again. I stand. I stand in awe of you. I stand in awe of you. Holy God. Holy God, All praise is due. praise is due. I stand. I stand in Everyone now. Everyone together. I stand. I stand in awe of you. I stand in awe of you. Holy God. Holy God, to all praise is due. I stand in Again. With everything in us now. Come on. I stand. I stand in awe of you. I stand in awe of you. Holy God, to whom all praise is due. I stand in awe of you. I stand. Hallelujah. Shabalabalaba. എല്ലാ ദിവസവും ഇതിന്റെ ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. When I gaze into your love, your loveliness, when all things that surround become shadows in the light of you, the light of you, when I found the joy of reaching your heart, reaching my will becomes enthroned in your love. When all things that surround become shadows in the light of you. Things that surround become shadows.
Lord,
രാത്രി നിത്യത ഓർമ്മ എത്രമാത്രം സ്തുതിക്കണം. പ്രത്യാശയുള്ളവരെല്ലാം സ്തുതിച്ചാൽ നിത്യതയ്ക്ക് വേണ്ടി സ്തുതിച്ചാലും ഈ ഭൂമിയിൽ ഏത് സമയത്ത് കർത്താവരാം. ഈ ഭൂമി നമ്മൾ ഏത് സമയത്ത് മാറ്റപ്പെടാം. നിരാശമായ കർത്താവിലേക്ക് ചേരുക. അതിന് പിന്നെ വർഷങ്ങളില്ല. അവിടെ നിത്യത എന്ന് പറഞ്ഞു നിത്യതയ്ക്ക് അവിടെ എന്ന് പറയാം വർഷങ്ങളില്ല. ഒരു വർഷവും 2 വർഷമൊന്നുമില്ല. അവരോടെ വസിക്കരുത്. രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയോടെ വിശുദ്ധന്മാരെ ആരാധിക്കുവാൻ അവരെ കാണുവാൻ നിത്യതയിൽ അവകാശം തീരുവാനൊക്കെ ഹൃദയം പകർന്ന സാന്നിധ്യത്തിന്റെ ആഴം പറഞ്ഞിട്ടുണ്ട്. സാന്നിധ്യം കൊണ്ട് കുറച്ചുകൂടി ആഴം ഒരു വലിയ വെള്ളച്ചാട്ടത്തിന് ചാടുന്നുണ്ട്. പക്ഷെ അത് പോരാ. കുറച്ചുകൂടി ആഴങ്ങളെ പ്രാർത്ഥിച്ചാൽ എല്ലാവരും നമ്മുടെ ഹൃദയം തുറക്കുമ്പോഴാണ് നമ്മളെ ആവശ്യം ദാഹമാണെങ്കിൽ മാത്രമേ ദാഹിക്കുന്ന യേശുവിനെ രാത്രി ദാഹം വരണേ. ഒരു ചടങ്ങായി പോകാൻ ദാഹം വരട്ടെ. കർത്താവേ ദാഹത്തോടെ വന്നിരിക്കണം. ഇരുപത്തി ജീവൻ ചേർന്ന നദികളിൽ ഒഴുകട്ടെ കർത്താവ്. ഉണർവയ്ക്കുണ്ടാകട്ടെ ഉണ്ടാകട്ടെ. എന്നിൽ ഉണർവുണ്ടാകട്ടെ. ഇന്നത്തെ ദേശത്ത് ഉണർവുണ്ടാകട്ടെ കർത്താവ്. എനിക്കുണ്ടറില്ലെങ്കിൽ എനിക്കുണ്ടറില്ലെങ്കിൽ സഭയ്ക്കുണ്ടറില്ല. എനിക്കുണ്ടറില്ലെങ്കിൽ എന്റെ വീടിനുണ്ടറില്ല. എല്ലാവർക്കും എനിക്കുണ്ടറുണ്ടാകട്ടെ. എനിക്കുണർവുണ്ടാകും. എനിക്കൊരു ഉണർവുണ്ടാകും. എനിക്ക് എന്റെ ഉറക്കം എല്ലാം മാറും. എന്റെ ക്ഷീണവും മാറും. നമ്മളെല്ലാം നമ്മുടെ വിഷയങ്ങൾ ഇങ്ങനെ വിചാരിച്ചാകുന്നതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. എല്ലാം മറക്കുക. എല്ലാം വിഷയങ്ങൾ മാറുന്നത്. വിഷയങ്ങൾ മറഞ്ഞു തീർത്തി ആരാധിക്കാൻ പറ്റുന്നത്. വിഷയങ്ങൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ അതിനുവേണ്ടി ഓടുന്ന നിങ്ങൾ വിരോധിച്ചില്ല. വെറുതെ ആരാധന വെറുതെ കുഴപ്പവും ചെയ്യും. രാത്രിയിൽ കൊടുത്താൽ
രാജാവിനെ യേശുവിനെ മാത്രം നമ്മുടെ വീട്ടിൽ പോകാൻ യേശുവിനെ മാത്രം വേറൊന്നും നോക്കാം, വേറൊന്നും നമ്മൾ ചിന്തിക്കരുത്. എല്ലാം മറക്കുക, എല്ലാം മറക്കുക, എല്ലാം മറക്കുക, എല്ലാം മറക്കുക, എല്ലാം മറക്കുക, എല്ലാം മറന്നെങ്കിലേ നമുക്ക് ഇത് സ്നേഹിക്കാൻ പറ്റും. ഞാനോട് വർഷിപ്പിക്കാന്ന് എല്ലാം ഞാൻ There's nothing worth more could ever come close. Nothing can compare. You're all living for. Your presence, Lord. Thank you for your presence, Lord. Thank you for your presence, Lord. Hallelujah. Thank you for your presence, Lord. I've tasted the sweetest of love. My heart becomes free. The shame is your presence. Holy Spirit, you are welcome. Comfort this place and fill the earth. Your glory by your presence, let your presence be this room right now. Let your presence be my life right now. Let your glory fill this room right now.
Praise God. ഹൃദയം ദിവസത്തിൽ തുറന്നേ. ഹൃദയം നിങ്ങൾ ദിവസത്തിൽ പകർന്നു. ചിന്തകളെല്ലാം മാറട്ടെ. ചിന്തകളെ ബ്ലോക്ക് ചെയ്യുന്ന എല്ലാ ഹെവൻസിനെ ഹല്ലേലൂയ. എല്ലാ ഹെവിനെസ് സ്പിരിറ്റ് ശാസിക്കുന്നു. ബ്ലോക്ക് ചെയ്യുന്ന ആത്മാവിനെ ശാസിക്കുന്നു. ഇരുട്ടിനെ ശാസിക്കുന്നു. രാത്രി നിങ്ങളെല്ലാം മാറട്ടെ. ചിന്തകൾ മാറട്ടെ. സറണ്ടർ കൊടുത്ത് താഴ്ത്തി എത്തിച്ചുകൊണ്ട് ഹൃദയം പകർന്ന് സ്വപ്നം ചെയ്തുകൊണ്ടിരിക്കുക. പാടാലയത്തിലെ സ്വപ്നം ചെയ്തുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുക. യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ദൈവങ്ങളെ കഴിഞ്ഞ മാസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസത്തെ വിധങ്ങളൊക്കെ സ്തുതിക്കുക. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സ്തുതിക്കുക. സ്തുതിക്കുമ്പോൾ ഹൃദയം മാറിയ ഐക്യത എന്ന് പറയുന്നത് അവിടെയാണ് അവിടെയാണ് അടയാളം നടക്കുന്നത്. അവിടെയാണ് വീരപ്രവൃത്തി നടക്കുന്നത്. ഒരാളുടെ മനസ്സ് മാറിപ്പോയി കഴിഞ്ഞാൽ, ഒരാള് എന്താ പറയുക നെഗറ്റീവ് തോട്ട്സ് വന്നു കഴിഞ്ഞാൽ, ഒരാളെ ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം കട്ടാവും, ആത്മാവ് കട്ടാവും, സാന്നിധ്യം പോകും. ദൈവത്തിന്റെ എല്ലാ ഹൃദയം അറിയാം. അറിയിക്കുന്ന ഓരോരുത്തരും ഹൃദയം നമ്മൾ വേറെ വിചാരത്തിൽ നിൽക്കുന്ന ദൈവത്തിന് അറിയാം. മറ്റുള്ളവർക്ക് പ്രശ്നമില്ല, മറ്റുള്ളവർക്ക് അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. വരുന്നവരെല്ലാം ഒരുപോലെ ആരാധിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്ന നിങ്ങൾ സ്വപ്നം ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെക്കണം. മറ്റേ അത് കേൾക്കുന്ന പ്രശ്നങ്ങളെല്ലാം മാറ്റി വെക്കണം. പ്രശ്നങ്ങളെല്ലാം ഇട്ടിട്ട് ഒരാള് ഇവിടെ ആരാധിക്കാൻ വരുന്ന, ഇവിടെ നമ്മൾ ദൈവത്തെ സ്വീകരിക്കാൻ വരുന്ന, ദൈവത്തെ ടച്ച് ചെയ്യാൻ വരുന്ന, ദൈവത്തെ പ്രാപിക്കാൻ വരുന്ന വെറുതെ ഒരു എന്താ പറയുക മീറ്റിംഗിന് വേണ്ടി വരുന്നതല്ല, ട്രഡീഷണൽ മീറ്റിംഗ് അല്ല. അത് നമ്മുടെ ചർച്ചയിൽ ട്രഡീഷണൽ മീറ്റിംഗ് അല്ലത്. ആത്മാവിന് സ്വാതന്ത്ര്യമുണ്ട്, ആത്മാവിന് ആരാധിക്കാം. അന്യ ഭാഷ ഉണ്ട്, അന്യ ഭാഷ പറയണം, പ്രവചിക്കാം. നിങ്ങൾ സമർപ്പിച്ചു സറണ്ടർ കൊടുത്താൽ ആരും കീഴ്പ്പെടുക. ദൈവത്തിന് കർത്താവ് ആത്മാവ് കീഴ്പ്പെടുക, സറണ്ടർ ചെയ്യണം, ഈൽഡ് ചെയ്യണം. അപ്പൊ ദൈവം അതുകൊണ്ട് താഴാൻ പറ്റും, സമർപ്പിക്കാൻ പറ്റും. ജ്ഞാന ഭാവോ ഉന്നത ഭാവോ അഹങ്കാരമോ നിങ്ങളൊക്കെ കാത്തു വെക്കണം. ബുദ്ധിമണ്ഡലങ്ങളെല്ലാം കാത്തു വെക്കണം. നമ്മുടെ ആരോഗ്യം കാത്തു വെക്കണം. നമ്മുടെ വിദ്യാഭ്യാസം കാത്തു വെക്കണം. ഇവിടെ ദൈവത്തെ ആരാധിക്കാമോ, എല്ലാം ചെന്ന് ഒരിക്കലും കാര്യങ്ങളിൽ സമർപ്പിച്ചു കൊടുത്താൽ ഓ ഹല്ലേലൂയ ശന്തരാഖന ശബനകഥനകൾക്കാണ് എല്ലാവരും അന്യഭാഷ സ്വോത്രമുള്ള സ്വോത്രം ഓ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കുന്നത് ഭയപ്പെടില്ല. നമ്മളോട് ഇംഗ്ലീഷ് റിപ്പീറ്റേഷൻ പറഞ്ഞിരിക്കുക. എല്ലാ ബഹുമാനം
Yes.
ഏതൊരു ശക്തി വ്യാപരിക്കണം. ഹാസ്യ ഹാസ്യ ശകന സകന ശന്തര പലരെ മാത്രം മടക്കി വെച്ചില്ല. പല തിരിച്ചു ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരിശുദ്ധാത്മ പോലെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ രാത്രി ഒന്ന് വെറുതെ പാത്രം മടക്കി വെച്ചിരിക്കും, തിരിച്ചു വെച്ചിരിക്കും. തിരിയിട്ട് ഓപ്പൺ ചെയ്ത് ആട്ട് ഓപ്പൺ ചെയ്ത് ഹല്ലേലൂയ. ഓപ്പൺ ചെയ്ത് കർത്താവേ എന്റെ ഹൃദയം തുറക്കുകയാണ്. എന്റെ കർത്താവിന് വേണ്ടി ഹൃദയം തുറക്കാം. എന്റെ വെസൽ തുറക്കാന്ന് കർത്താവിനെ നിറയ്ക്കണമെന്നോ നിങ്ങൾ വായി തുറന്ന് സംസാരിക്കുക. ഇത് നിങ്ങൾ എത്ര ആരാധിച്ചാലും നിങ്ങൾക്ക് ഒന്നും ലഭിക്കത്തില്ല. പരിശുദ്ധാത്മ പകരാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മ പല സഭകൾക്കുള്ള കുഴപ്പമിതാണ്. ആരാധനയുണ്ട്, അഭിഷേകമുണ്ട്, വചനം എല്ലാം ഉണ്ട്. പക്ഷെ നിറയാൻ പറ്റത്തില്ല. കാരണം മാത്രം മടക്കി വെച്ചിരിക്കുക. രാത്രി കർത്താൻ 2 വെളിപ്പാടിനെ കാണിക്കും. ഒന്നാമത്തെ കാറിൽ ന്യൂട്രലിട്ടിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. റൈറ്റ് പൊസിഷനിലേക്ക് മാത്രം ആക്സിഡന്റ് കൊടുത്തെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് തന്നെ നിന്നുകൊണ്ടിരിക്കുക. 2 പാത്രം മടക്കി വെച്ചിരിക്കുക. ഏൽപ്പിച്ചു കൊടുക്കുക. എന്തെങ്കിലും പാവമാണെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും വിചാരത്തിലാണ് വന്നെങ്കിൽ കർത്താൻ എല്ലാം കേട്ടുകളാം. ചപ്പച്ചവരെല്ലാം പോകണം. ജീവിതത്തിൽ മാറിപ്പോട്ടെ. സറണ്ടർ കൊടുക്കുക. സറണ്ടർ കൊടുക്കുക. താഴ്ച ഏൽപ്പിക്കുക. ആത്മാവിനെ സമർപ്പിക്കുക. കർത്താവിന്റെ വെസലിനെ തുറന്നു തരിക. എന്റെ വെസലിനെ തുറന്നു തരുന്ന കർത്താവ് വെസലിനെ തുറക്കുകയാണ്. വെസൽ നിറയ്ക്കാൻ പറഞ്ഞാൽ വെസൽ നിറയ്ക്കാൻ പറഞ്ഞാൽ കർത്താവിന്റെ വെസൽ നിറയ്ക്കണമേ. എന്റെ വെസൽ നിറയ്ക്കണമേ. ആത്മാവ് നിറയട്ടെ. ഞാൻ ആത്മാവ് നിറയട്ടെ. ഞാൻ ആത്മാവിൽ നിറയെ. എല്ലാവരും ആത്മാവിൽ നിറയുക. ശബനാഗതാനാകാശത്തിൽ ആത്മാവിൽ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശഖരബല ശരബല ഹസ്തര. In the name of Jesus. In the name of Jesus. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു വചനമുണ്ടല്ലോ, ഓടിയിട്ട് തന്നെ കലാപ്പുഴയോട് ഓടി ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടെ ഇരിക്കുന്നുവെങ്കിൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? കാലാൽപ്പടയോട് ഓടിയിട്ട് നീ കുതിരയോട് ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടെ എങ്ങനെ കുതിരപ്പടയോട് യാത്രയിൽ ക്ഷീണിച്ച് പോലെ ജീവിതത്തിൽ ക്ഷീണിച്ചു പോയത് ഓടാൻ പറ്റത്തില്ല. കാലാൽപ്പട നമുക്കറിയാമേ. കുതിരപ്പടയും കാലാൽപ്പട നമുക്കറിയാം. അതിനോട് ക്ഷീണിച്ചു പോയത് രാത്രിയിൽ ക്ഷീണിച്ച പിന്നെ ഓടാൻ പ്രാർത്ഥിച്ച ഒരു പക്ഷെ മറുപടി കിട്ടിയില്ലെന്നിരിക്കും. ഒരു പക്ഷെ രോഗസൗഖ്യമായിരിക്കും. പക്ഷെ ക്ഷീണിക്കാൻ പാടില്ല. വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുക്കരുത്. വചനം ജീവനുള്ള വചനത്തിന് ജീവനുണ്ട്. വചനത്തിന് ജീവനുണ്ട്. ഇതിനകത്ത് ഞാൻ വിശ്വാസത്തോടെ മുറുകെ പിടിക്കണം. നോക്കിയാ സ്ത്രീ 12 വർഷമായിട്ട് രക്തസ്രവമുള്ള സ്ത്രീയാണ്. 12 വർഷമായിട്ട് രക്തസ്രവമാണ് നടന്നത്. 12 വർഷമായിട്ട് രക്തസ്രവമുള്ള സ്ത്രീ. എനിക്ക് എത്ര വർഷമാണ്? 1 വർഷം അല്ലെ, 2 വർഷമല്ല, 3 വർഷമല്ല, 4 വർഷമല്ല, 12 വർഷമായിട്ട് അവിടെ നന്മകൾ മുഴുവൻ ചോർന്നു. ശരിയല്ലേ? അവിടെ നന്മകൾ മുഴുവൻ ചോർന്നു. അവിടെ എല്ലാം പല ഡോക്ടേഴ്സിനെ പോയി കണ്ടു. അവിടെ നന്മകൾ ചോർന്ന് പല ഡോക്ടേഴ്സിനെ കണ്ട് വിടുതലില്ല. ഇതിനകത്ത് ഓർക്ക് നമ്മൾ ഒരുപക്ഷെ വർഷങ്ങളാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കും. പക്ഷെ നിങ്ങൾ യേശുവിനെ നോക്കി തന്നെ പോകും. അവസാനം അവിടെ എല്ലാം മറന്നു. ഡോക്ടേഴ്സിന്റെ പുറകെ പോയില്ല. അവസാനം അവിടെ എന്താണ്, പ്രവാചകന്മാരുടെ പുറകെ പോയില്ല. അവര് ജനത്തിന്റെ പുറകെ പോയില്ല, അല്ലേ? റബിമാരുടെ പുറകെ പോയില്ല. പുസ്തകം വായിക്കാൻ പോയില്ല. റെമഡി ഒന്നും നോക്കാൻ പോയില്ല. എന്ത് ചെയ്തു? ഓൺലി ജീസസ്. ജീസസ് നസ്രായനായ യേശുവിനെ തൊട്ടാൽ സൗഖ്യമാകും നമുക്ക് മനസ്സിലായി. രാത്രി ഹാലിൽ ആ ചിന്ത നമുക്ക് വരട്ടെ, ആ കാഴ്ചപ്പാട് വരട്ടെ. നമ്മളെല്ലാം മറന്നു കാണാം. ഒരു പക്ഷേ പല പ്രതികൂലങ്ങളും പല ഉണ്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് കാണും. വേദനകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് കാണും. അതെല്ലാം മറക്കാം. അത് ഓൺലി ജീസസ്. യേശുവിനെ മാത്രം ഉണ്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ തന്നെ യേശുവിനെ കാണാൻ പറ്റില്ല. നമ്മളുടെ കുഴപ്പമെന്നറിയാം. നമ്മൾ പ്രതികൂലത്തെ നോക്കിക്കൊണ്ടിരിക്കും, രോഗത്തെ നോക്കിക്കൊണ്ടിരിക്കും, കടവാരത്തെ നോക്കിക്കൊണ്ടിരിക്കും, നമ്മുടെ ഹസ്ബൻഡിനെ നോക്കിക്കൊണ്ടിരിക്കും, വൈഫിനെ നോക്കിക്കൊണ്ടിരിക്കും. നോ, ഹല്ലേലൂയ. നമ്മുടെ ജോലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവിടെ യേശുവിനെ നമ്മൾ കാണുന്നില്ല. നമ്മുടെ മക്കളെ നോക്കിക്കൊണ്ടിരിക്കും. അവിടെ യേശുവിനെ കാണുന്നില്ല. മനസ്സിലായോ?
യേശുവിനെ നോക്കും, മറ്റതെല്ലാം തന്നെ മറന്നുപോകും. മറ്റെല്ലാം തള്ളിക്കളാ. അതല്ല ഈ ലോകത്തിലെ കാര്യങ്ങൾ, അതല്ല ഈ ലോകത്തിലെ കാര്യങ്ങൾ, അതൊക്കെ തള്ളിക്കളാ. അത് യേശുവിനെ നോക്കും. പ്രൈസ് ഗോഡ്. യേശുവിനെ നോക്ക്. യേശുവിനെ കേൾക്കുക. യേശുവാണ് നമുക്ക് കേൾക്കുന്നത്. എന്നോട് 2 വചനം ഇടപെടും. ഇപ്പൊ പറഞ്ഞ വചനം ഇടപെടും. 2 വചനം ഇടപെടും. നമുക്ക് വായിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് 2 വചനങ്ങൾ റെവലേഷൻ 2:7 അല്ലേ? അതെ 2:7 ജയിക്കുന്നവന് ഞാൻ ജീവോഷത്തിന്റെ ഫലം തീരുമാനം കൊടുക്കും. 2:7 ഞാൻ പ്ലാൻ ചെയ്ത് പലതല്ല. പക്ഷെ എന്നാൽ കർത്താവ് പറഞ്ഞ വചനങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് 2 വചനം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്താണെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുമ്പോൾ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിന്റെ പ്രതീക്ഷയിലുള്ള ജീവോഷത്തിന്റെ ഫലം തീരുമാനം കൊടുക്കണം. ജയിക്കുന്നവൻ എന്താണ്? ജയിക്കുന്നവന് ജയിക്കണം. അപ്പൊ എന്താണ് ഇവിടെ? നമ്മൾ ജയിക്കണം. ജയിക്കണം. ഇവിടെ എക്സ്പീരിയൻസ് അല്ല വിഷയം. ഇന്നലെ ഞാൻ ഭൂതത്തെ പുറത്താക്കി, ഇന്ന് ഭൂതത്തെ, അങ്ങനെയല്ല. ആ എക്സ്പീരിയൻസ് അല്ല ഇവിടെ വിഷയം. ഇന്നലെ ഞാൻ ഭൂതത്തെ പുറത്താക്കിയായിരിക്കും. പക്ഷെ ഇന്ന് പുറത്താകുന്നില്ലെങ്കിലും അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ തോറ്റിരിക്കും അല്ലേ? ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചു, ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലോ ഞാൻ തോറ്റു. ഇന്നലെ ഞാൻ വിശ്വാസത്തിലായിരുന്നു, ഇന്നോ ഹലോ ഇന്നെന്താ അവിശ്വാസത്തിലാണെങ്കിലോ ഞാൻ തോറ്റു. തോറ്റിരിക്കുക അല്ലേ? ഇന്നലെ ഞാൻ 1ാം ക്ലാസ് പാസ്സായി, ഇന്ന് അടുത്ത ടെസ്റ്റ് ഞാൻ തോറ്റെങ്കിലോ എക്സാം തോറ്റു. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നതാണ്? ജയിക്കുന്നവന് ദൈവം പറഞ്ഞൊരു വചനം കേട്ടോ. എന്നെ മനോഹരമായ ഒരു വൃക്ഷം കാണിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ ബേസ് ചെയ്ത് പറയാണ്. മനോഹരമായ വൃക്ഷം കാണിച്ചു. ഏതും തോട്ടത്തിലെ നടുവിരിക്കുന്ന വൃക്ഷം. ഒരുപാട് ആപ്പിൾ പോലത്തെ എന്തോ ഫ്രൂട്ടാണ് കാണുന്നത്. ക്ലിയർ ആയിട്ട് കണ്ടില്ല, പക്ഷെ നല്ല ഗോൾഡൻ കളറാണ്. നല്ല ബ്യൂട്ടിഫുൾ ഒരു ട്രീയാണ്. അപ്പൊ ഞാൻ ജയിക്കുന്നവന് എന്ത് കൊടുക്കും? ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ദൈവത്തിന്റെ പറുദീസയിലുള്ള റെവലേഷനെ പറയുന്ന കേട്ടോ. ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇന്ന് വിളിക്കുന്നവർക്കെല്ലാം ഭക്ഷിക്കാൻ വേണ്ടത് വേണം. ഹല്ലേലൂയ. നമുക്ക് ഇവിടെ കിടന്ന് കറങ്ങിയാൽ മതിയോ? ഇവിടത്തേക്ക് ഇതൊക്കെ താൽക്കാലികം അല്ലേ? ഇത് 10, 20, 30, 80, 100 വയസ്സ് വരെ അങ്ങ് താൽക്കാലികം. ഇതൊക്കെ താൽക്കാലികമാണ്. തള്ളിക്കളാണ്. ചപ്പും ചാവറും. പൗലോസ് പറഞ്ഞാൽ എന്താണ്? ഇത് ചപ്പും ചാവറും. പൗലോസിന്റെ പാരമ്പര്യം ഇവിടെ ആർക്കുമില്ല. ഉണ്ടോ? അവിടെ ഇരിക്കുന്ന ആർക്കുമില്ല. പൗലോസിന്റെ പാരമ്പര്യം ആരും ഇവിടെ ഇല്ല. ഉണ്ടോ? ഇല്ല. അത്ര സ്വത്തുകൾ ആരുമില്ല. നിങ്ങൾക്ക് വളർത്തുന്നുണ്ടോ? ഷിപ്പുണ്ടോ? ഇല്ല. പുള്ളി ഷിപ്പിന്റെ ഉടമയായിരുന്നു. അപ്പൊ ഷിപ്പിന്റെ ഓണറായിരുന്നു പൗലോസ്. അതന്നെ ചപ്പും ചവറും എണ്ണിട്ടാണ് അദ്ദേഹം വന്നത്. വിദ്യാഭ്യാസമാണെങ്കിലോ അതിശ്രേഷ്ഠമായ വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. പാരമ്പര്യമാണെങ്കിലോ യഹൂദനായിരുന്നു അല്ലേ? അത് ഭയങ്കര പാരമ്പര്യമുള്ള ആളായിരുന്നു. ഇതെല്ലാം ചപ്പും ചവറും എണ്ണിട്ടാണ് യേശുവിനെ പോലെ പോയത്. രാത്രി നമ്മൾ യേശുവിനെ പോലെ പോയത് യേശു നമ്മുടെ പുറകെ വന്നത്. യേശു പിടിച്ചു വരുത്തുന്നത് നമ്മളെ കൊണ്ടുവന്നു അല്ലേ? എന്നിട്ട് നമുക്കൊന്നും പുറകെ പോകാൻ പറ്റുന്നില്ല. ഇത്രയും നല്ലത് വന്നിട്ട് ഇപ്പൊ നമ്മള് മിഠായിയുടെ പുറകെ പോവാ അല്ലേ? ഒരു കയ്യിൽ ചോക്ലേറ്റ് ഇരിക്കുന്ന, ഒരു കയ്യിൽ മിഠായി ഇരിക്കുക. മറ്റേ 10 പൈസ മിഠായിയുടെ പുറകെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. കാഴ്ചപ്പാട് മാറുക. ജയിക്കുന്നവരാണ് ദൈവം തരുന്നത് സ്വഭാവം. Revelation 2:7 പറഞ്ഞതാണ്, he who has an ear, let him hear what the Spirit says to the church. പരിശുദ്ധാത്മാവ് ശാസ്ത്രത്തോട് പറയുന്നത് നിങ്ങളുടെ ചെവി കേൾക്കട്ടെ. To the one who is victorious, victorious, I will give the right to eat from the tree of life. Tree of life. Victorious എന്ന് പറയുന്നത് ജയിച്ചവനാണെന്നുള്ളത്. തോറ്റവരില്ല, ജയിച്ചവനെന്നുള്ളത്. നമ്മൾ തോക്കുന്നവരല്ല. ആണോ? എല്ലാവരും പറയും ഞാൻ ജയിക്കുന്നതാണ്, ഞാൻ വിക്ടോറിയസ് ആണ്, ഞാൻ ജയിക്കുന്നതാണ്. ഹല്ലേലൂയ. ഞാൻ തോക്കത്തില്ല. ഞാൻ തോക്കത്തില്ല. ജനത്തിന് വലിയ തോക്കത്തില്ല. ജനത്തിന് വലിയ തോക്കത്തില്ല. പണത്തിന് വലിയ തോക്കത്തില്ല. ചില പണത്തിന് വലിയ തോറ്റുപോയി അല്ലെ? പണത്തിന് മാമന്റെ കുറെ പേര് തോറ്റുപോയി. ചില ജനത്തിന് വേണ്ടി തോറ്റുപോയി. ചിലല്ലേ വിക്ടോറിയസ് അവർക്കാണ് ദൈവം തരുന്നത്. I will give the right to eat from the tree of life, which is the paradise of God. Oh my God. Hallelujah. Thank you, Jesus. Thank you, Jesus. ഇവിടെ പറയുന്നത് he who has an ear എന്ന് പറയുന്നത്. അപ്പം
ഈ ചെവിയാണോ ഉദ്ദേശിക്കുന്നത്? ഈ യുഹാസാനിയ നമ്മുടെ ഈ ചെവി കൊണ്ട് പരിശുദ്ധാത്മ പറഞ്ഞ് ശ്രദ്ധിക്കാൻ പറ്റൂല. കേൾക്കുവോ? നമ്മുടെ ഈ ചെവി കൊണ്ട് പരിശുദ്ധാത്മ പറഞ്ഞ് സ്പിരിറ്റ് പറഞ്ഞ് കേൾക്കാൻ പറ്റത്തില്ല. നമ്മുടെ സ്പിരിറ്റ് അല്ലേ, നമ്മുടെ സ്പിരിറ്റിൽ കണക്ട് എപ്പോഴും നിന്നെങ്കിൽ മാത്രമേ ദൈവം പറഞ്ഞ് ശ്രദ്ധിക്കാൻ പറ്റൂ, ദൈവം പറയുന്നത് കേൾക്കാൻ പറ്റൂ. നമ്മുടെ ഈ ബോഡി, ഈ ചെവി കൊണ്ട് ഈ നമ്മൾ പറയുന്ന ബോഡി കൊണ്ട് കേൾക്കാം, പക്ഷെ സ്പിരിറ്റ് പറഞ്ഞ് കേൾക്കാൻ പറ്റത്തില്ല. ദൈവം ആത്മാവാകും അല്ലേ? ആത്മാവ് പറയണമെങ്കിൽ നമ്മുടെ സ്പിരിറ്റിന്റെ ചെവി തുറക്കണം. അപ്പൊ സ്പിരിറ്റിന് ചെവി ഉണ്ടോ? ഉണ്ട്. ഇതിനകത്ത് സ്പിരിറ്റിന്റെ ചെവി ഉണ്ടോ? ഉണ്ട്. അപ്പൊ സ്പിരിറ്റിന്റെ ചെവി തുറക്കണം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, എവിടെയോ ഓൺലൈൻ മീറ്റിംഗ് പറഞ്ഞു, സ്പിരിറ്റ് അടച്ചു കളയും, നമ്മുടെ ചെവി അടച്ചു കളയും. ആരടച്ചു കളയും? സ്പിരിറ്റ് ഒന്ന് അടച്ചു കളയും. ഏത് സ്പിരിറ്റ് ആയിരുന്നത്? ഏതൊരു ഡബിൾ സ്പിരിറ്റ്, ഡീമൺ സ്പിരിറ്റ്. ഏതായാലും ഡീമൺ സ്പിരിറ്റ് അടച്ചു കളഞ്ഞേ? ഡെഫ് കണ്ട സിസ്റ്റോടെ ഡെഫ് ആൻഡ് ഡൗൺ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യമാണ്. ഡെഫ് വന്ന് ആരടച്ചു കളയും? നമ്മുടെ സ്പിരിറ്റിന്റെ ചെവി അടച്ചു കളയും. ഊമൻ ഡെഫ് സ്പിരിറ്റ് ഒന്ന് അടച്ചു കളയും. കണ്ടോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ, നിങ്ങൾ മറന്നുപോയി. ഡെഫ് സ്പിരിറ്റ് ഒന്ന് അടച്ചു കളയും. എന്താണ്? ഗുഡ് സിസ്റ്റർ ഒരുപാട് നമ്മുടെ ആരടച്ചു കളയും? ഡെഫ് സ്പിരിറ്റ് വന്ന് നമ്മളോടൊക്കെ നമ്മളെ ഈ ഭൂമി ജീവിക്കുന്ന നമ്മുടെ റിയൽ ആയിട്ടുള്ള ബോഡിയെ ചെവി അടയ്ക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മാവിന്റെ ചെവി ആരടച്ചു കളയും? ഈ പിശാചിൽ അടച്ചു കളയും. അതുകൊണ്ട് ആരും കേൾക്കത്തില്ല. ദൈവം പറഞ്ഞ നമ്മൾ കേൾക്കത്തില്ല എന്ന് പറ. എല്ലാവരും കൈവച്ചിട്ട് പറ. ആത്മാവിന്റെ എന്റെ സ്പിരിറ്റിന്റെ ചെവി ഞാൻ തുറക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഊമനായ സ്പിരിറ്റ് എന്ന് ഇറങ്ങിപ്പോകും. അടയ്ക്കുന്ന സ്പിരിറ്റ് എന്ന് ഇറങ്ങിപ്പോകും. ഡം സ്പിരിറ്റ് ഇറങ്ങിപ്പോട്ടെ എന്റെ സ്പിരിറ്റ് എന്ന്. ഹല്ലേലൂയ. എന്റെ ചെവി നിന്ന് ഇറങ്ങിപ്പോട്ടെ. ദൈവം പറഞ്ഞ് ഞാൻ കേൾക്കട്ടെ. ദൈവം പറഞ്ഞ് ഞാൻ കേൾക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവം പറഞ്ഞ് ഞാൻ കേൾക്കട്ടെ. എന്റെ കാത് ഞാൻ തുറക്കുകയാണ്. എന്റെ ഹൃദയത്തെ ഞാൻ തുറക്കുകയാണ്. ഡം സ്പിരിറ്റ് കം ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ജീസസ് എല്ലാവരും പറ. ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോകും. അവിടെ പറയുന്നത് ചെവി ഉള്ളവരെ കേൾക്കണമെന്നാ. കേട്ടോ? അപ്പൊ അങ്ങനെ സഭയിൽ ഒരുപാട് ചെവി ഇല്ലാത്തവരോടാണ് ദൈവത്തിന്റെ ആത്മാ പറയുന്നത് അല്ലേ? അവിടെ ചർച്ചിനോടാ പറയുന്നത് അല്ലേ? എഫേസോസിലുള്ള ചർച്ചിനോടാണ് ദൂത് പറയുന്നത്. അങ്ങനെ ആ ചെവിയുള്ളവർ കേൾക്കട്ടെ. അതിന്റെ അർത്ഥം എന്താ? ചെവിയില്ലാത്ത അനേകം സഭയ്ക്കകത്തുണ്ടെന്ന്. ശരിയല്ലേ? ചെവിയില്ലാത്ത അനേകം സഭയ്ക്കകത്തുണ്ടെന്ന്. സ്പിരിറ്റിന്റെ ചെവി ഓപ്പൺ ആയെങ്കിൽ മാത്രമേ ഉള്ളൂ കർത്താവ് കേൾക്കാൻ പറ്റുള്ളൂ. ഇതെന്നത്തെ പ്ലാൻ ചെയ്ത് മീറ്റ് ചെയ്യാനുള്ളത്. ഇത് പ്ലാൻ ചെയ്ത മെസ്സേജ് അല്ല. പ്ലീസ് ഇവിടെ വന്നു കഴിയുമ്പോൾ അവിടുത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ കർത്താവ് റെവലേഷൻ തന്നോണ്ടിരിക്കുകയായിരുന്നു. ഓരോ ദൂത് തന്നോണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ പറയാനുള്ളത് പോയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തെല്ലാം മടക്കി വെച്ചിരിക്കുക. ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളുടെ ചെവി തുറന്ന് കർത്താവെ എന്നോട് സംസാരിക്കണേ എന്നാണ് ദൈവം സംസാരിക്കണം. ഞാൻ ഭയങ്കര പ്രാക്ടീസിന്റെ എങ്ങനെയാണ് അടച്ചിട്ട് പറ. കർത്താവെ സംസാരിച്ചു. ഒരുപക്ഷെ നിങ്ങൾ സ്പിരിറ്റിലൂടെ നിങ്ങൾ സംസാരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ഹാർട്ടിലേക്ക് ചെറിയ ശബ്ദമായിരിക്കും കേൾക്കുന്നത്, വചനമായിരിക്കും, ചിലപ്പോൾ വെളിപ്പാടായിരിക്കും ദൈവം തരുന്നത്. നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് 1-2 മിനിറ്റ് നിങ്ങൾ കണ്ണടച്ച് ശാന്തമായിട്ടിരുന്ന് സംസാരിക്കുക. സ്പിരിറ്റിന്റെ ജീവിതം തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്പിരിറ്റ് കം ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിലുള്ള ഡം സ്പിരിറ്റ് അഴിക്കട്ടെ. സ്പിരിറ്റിന്റെ ചെവി തുറക്കുന്നു. തുറന്നു വരട്ടെ. തുറക്കുന്നു. ഞാൻ കാണിക്കുന്ന തുറക്കുന്നു. വളരെ ലോക്ക് തുറക്കുന്നു. ചെവിയുടെ ലോക്ക് തുറക്കുന്നു. അവിടെയിരിക്കുന്ന പലരുടെയും ചെവിയുടെ ലോക്ക് തുറക്കുന്നു. ദൈവം നിങ്ങളുടെ ദൈവശബ്ദം കേൾക്കും. നിങ്ങളുടെ സ്പിരിറ്റ് ദൈവശബ്ദം കേൾക്കും. ഈ ചെവിയുടെ സ്പിരിറ്റ് ദൈവശബ്ദം കേൾക്കും. നിങ്ങൾക്ക് ദൈവം സംസാരിക്കുന്ന സ്പിരിറ്റ് മനസ്സിലാവും. ദൈവം സംസാരിച്ചത് എന്തെങ്കിലും കിട്ടുന്നു? നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് കരം ഉയർത്തി പറഞ്ഞാൽ എനിക്ക് കിട്ടിയെന്ന്. ദൈവനെ കാണിക്കുന്ന എന്തോ
ഒരു തടസ്സമായി കളയുന്നതാണ് കാണുന്നത്. ചെവി തുറക്കുന്നതാണ്, അവനെ തുറന്നു തരുന്നതാണ്. ഹല്ലേലൂയ, നന്ദി കർത്താവേ. രണ്ടാമത്തെ ആരാണ്? ടു ദ വൺ ഹൂ ഈസ് വിക്ടോറിയസ്. ഈ വിക്ടോറിയസ് പറയുന്നത് നമ്മളങ്ങനെ ക്രിസ്ത്യൻ ജീവിതം എങ്ങനെ വിക്ടോറിയസ് ആയിട്ട് മാറ്റുന്നത്? ബൈ ഫെയ്ത്ത്, അല്ലേ? ബൈ ഫെയ്ത്തിലൂടെയാണ് നമുക്ക് വിക്ടോറിയസ് ആയിട്ട് തീരാൻ പറ്റുന്നത്. ഹല്ലേലൂയ. ഇതുവരെ എങ്ങനെ ജീവിക്കുന്നത്? വിശ്വാസത്താൽ, അധ്വാനത്താലല്ല. അധ്വാനത്താലല്ല, നമ്മളെല്ലാം വിശ്വാസത്താൽ വിളിച്ചു വരുത്തുക. ശരിയല്ലേ? നിങ്ങൾ വിശ്വാസത്താലെല്ലാം വിളിച്ചു വരുത്തണം. നിങ്ങൾ അധ്വാനത്താൽ നിങ്ങൾക്ക് ഒന്നും കൂട്ടാൻ പറ്റത്തില്ല. യേശുവോടെ നിങ്ങൾ മുടി കറുത്താക്കാൻ പറ്റത്തില്ല, വെളുത്താക്കാൻ പറ്റത്തില്ല, എണ്ണാൻ പറ്റത്തില്ല, അല്ലേ? എണ്ണം പോലും അറിയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. വിശ്വാസത്താൽ നമ്മളെല്ലാം വിശ്വസിച്ച് പറയണം. വിശ്വസിച്ചാണ് നമ്മൾ പറയേണ്ടത്. ഞാൻ വിശ്വസിക്കും, ഞാൻ വിശ്വസിക്കും, ഞാൻ വിശ്വസിക്കും. ഈ എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? കുഷ്ഠരോഗി വന്ന് അടുത്ത് വന്നിട്ട് പറഞ്ഞില്ല, കർത്താവിന് മനസ്സുണ്ടെങ്കിൽ അങ്ങനെയാലും പറയോ? അങ്ങനെയാലും പറയില്ല. ഞാൻ പറഞ്ഞ കുഷ്ഠം പിടിച്ചിട്ട് യേശുവിക്കണം, യേശുവേ മനസ്സുണ്ട് എന്നെ സൗഖ്യമാക്കുക. അതെ, റിയലായിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? അല്ലെന്ന് പറയുന്നത് കർത്താവിന്റെ കുഷ്ഠം, ഞാൻ കുഷ്ഠമായിട്ട് 10 വർഷം 20 വർഷമായിട്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കും, എന്നെ സൗഖ്യമാക്കണം, പ്ലീസ് ഹീൽ മീ. ഞാൻ നിന്റെ ഹീലിങ്സ് എല്ലാം കണ്ടു നടക്കുമോ, അല്ലേ? എന്നെ സൗഖ്യമാക്കാൻ നിങ്ങൾക്ക് പറ്റും, പ്ലീസ്. കാലം കൈകപ്പോഴേ സൗഖ്യമാക്കാൻ ശ്രമിക്കുക, അല്ലേ? ഇതുകൊണ്ട് തന്നെ പുള്ളി അങ്ങനെ നല്ല റൗഡി അല്ലെന്ന് പറയുന്നത്, നല്ല ചട്ടം വീഴുന്നു, അല്ലേ? യേശുവേ മനസ്സുണ്ടെന്ന് ഞാൻ സൗഖ്യമാകും. അതിന്റെ അർത്ഥം എന്തുവാ? പിടി കിട്ടിയിട്ടുണ്ടോ? നിനക്ക് പറ്റും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ എന്നെ സൗഖ്യമാക്കുക. അതിന്റെ അർത്ഥം എന്താ? ഇവന്റെ ഉള്ളിൽ അറിയാം ഇവനെ സൗഖ്യമാക്കാൻ പറ്റുമോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കർത്താവിനെ ഒന്ന് എന്താണ്? കർത്താവിനെ പിടിച്ചൊന്ന് കുലുക്കുവോ? എടാ തന്റെ ഇടം എന്നെ തല്ലേ, ശരിയല്ലേ? അല്ലേ ബസ്സേ? നിനക്ക് തന്റെ ഇടം എന്നെ തല്ലേ? ചില ചട്ടവില്ലേ? സെയിം തന്നെ, അല്ലേ? നിനക്ക് പറ്റുമെങ്കിൽ നിന്നെ സൗഖ്യമാക്കുക. ചുമ്മാ പോകുന്ന കർത്താവിനെ പിടിച്ച് പുള്ളി എന്ത് ചെയ്യുന്നു? ഒന്ന് പേടിപ്പിക്കുക. പറ്റും. ഇത് തന്നെ നമ്മൾ പറയണ ദൈവത്തോട്. അത് വിശ്വാസമാണ്. കാരണം എന്താ? നിനക്ക് പറ്റും. നിങ്ങൾ എത്ര നാളാണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത്? കർത്താവ് ചെയ്ത് നോ, കർത്താവ് നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തു തന്നേ പറ്റത്തുള്ളൂ, അല്ലേ? നിങ്ങളൊന്ന് നിർബന്ധിച്ച് പിടിച്ചു നോക്കിക്കുക, നിങ്ങൾ ചെയ്തു തരുമെന്ന്. നിങ്ങളൊന്ന് നിർബന്ധിച്ച് പിടിച്ചു നോക്കിയ ദൈവത്തോട്, കുലുക്കി നോക്കിയേ. നിങ്ങൾ കുലുക്കി നോക്കിയ ദൈവത്തെ, കുലുക്കി നോക്കിയ നിങ്ങൾ യേശുവിലേക്ക് കുലുക്കി ചെയ്തേ പറ്റത്തുള്ളൂ. കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ച ഭൂതം ഇളകണമെന്ന് പ്രാർത്ഥിക്കണം, പറയണത് കർത്താവോട് പറയണം. ഞാൻ പ്രാർത്ഥിച്ച രോഗി സൗഖ്യമാകണമെന്നേ, ഞാൻ പ്രാർത്ഥിച്ച ഭൂതം പുറത്താകണം. അല്ലെ പിന്നെ നിനക്ക് കഷ്ടം, നാണക്കേടല്ലേ കർത്താവ്? ഞാൻ പ്രാർത്ഥിക്കുന്ന അങ്ങനെയാ, അല്ലേ? കർത്താവ് ഞാൻ ചെയ്തിട്ട് സൗഖ്യമായിക്കോണം, നിന്റെ പണിയാ. ഇല്ല എനിക്കാണോ നാണക്കേട്? എനിക്കല്ല, യേശു നാണക്കേടല്ലേ? ഞാൻ പ്രാർത്ഥിച്ച യേശുവിന്റെ ആദ്യം പ്രാർത്ഥിച്ച് സൗഖ്യമായില്ല, ആർക്കും കുഴപ്പം? ഞാൻ ആരെങ്കിലും സൗഖ്യമായാലും എന്തായാലും ഞാൻ 10 രൂപ എന്റെ കുഴപ്പമെന്ന് പറയും. ഞാൻ പറയാൻ കാര്യമാണ്. യേശുവിനോട് പറയും, അല്ല എന്റെ കർത്താവ് എന്റെ കുഴപ്പം, എന്റെ കുറവായിരിക്കാം, എനിക്ക് ഇതാണ് ഞാൻ പ്രാർത്ഥന കുറവുകൊണ്ടായിരിക്കും, അല്ല അവരുടെ വിശ്വാസം. ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. ഞാൻ പറയുന്നത് കർത്താവേ നിന്റെ കുഴപ്പം. കാരണം അവർക്ക് മനസ്സിലായി നിന്റെ കൊണ്ട് പറ്റുന്നില്ലെന്ന്. ഞാനങ്ങനെ ചില സമയത്ത് പുഷിക്കും, മനസ്സിലായോ? അടുത്ത പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യവും എന്ന് വെച്ചാൽ നമ്മളെ പേടിച്ചിട്ടില്ല. എന്താണ് നമ്മളെ കർത്താവിനെ ഉണർത്തണം. നമ്മൾക്ക് കുറവുകളുണ്ട്, കർത്താവിന് ഒരിക്കലും കുറവില്ല. കർത്താവ് പൂർണ്ണനാണ്. ഉണർത്തണം. നോക്കിയേ, ഞങ്ങൾ നശിച്ചു പോവാന്ന് എവിടെ കണ്ടോ? ബോട്ടെ ഇരിക്കുമ്പോ നല്ല കാറ്റടിക്കും, അല്ലേ? വെള്ളം അടിച്ചു കയറുമോ? ഞാൻ ചോദിച്ചു, ഒരു സാധാരണ മനുഷ്യൻ ഇത്രയും കാര്യം ഇവിടെ ഉറങ്ങുമോ? ഉറങ്ങത്തില്ല. അപ്പൊ പുള്ളി ഡ്രാമയായിരുന്നു. ആരാ? ശരിക്കും യേശു ഡ്രാമയായിരുന്നു, അല്ലേ? കാരണം എന്താ? ഇവന്മാരുടെ വിശ്വാസം കാണണം, ഇവന്മാരെ ടെസ്റ്റ് ചെയ്യുക. ഇത് തന്നെ നമ്മളോട് നിങ്ങളുടെ വിശ്വാസം കാണാൻ വേണ്ടി കർത്താവ് മിണ്ടാതിരിക്കുക. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം മറുപടി വരത്തില്ല. നിങ്ങളുടെ വിശ്വാസത്തിൽ എന്ത് വരുന്നോ? മനസ്സിലായോ? നിങ്ങളുടെ വിശ്വാസത്തിൽ എന്ത് വരുന്നോ?
നിങ്ങൾ കടുകമണിയോളെന്നും വിശ്വാസത്തിൽ വരുന്നോ, അപ്പം നിങ്ങൾ മറുപടി വരും. നിങ്ങൾ മനസ്സ് മാറ്റി നോക്കിയേ, ഞാൻ വിശ്വസിക്കുന്നേ പറ, ഞാൻ വിശ്വസിക്കുന്നു, ദൈവം തരും, ദൈവം ചെയ്യും, നിങ്ങൾ വിശ്വസിക്കും. മനസ്സ് തുറന്ന കർത്താവിനൊക്കെ പറ. നോക്കിയേ, ഇത്രയും വലിയ കാറ്റടിക്കുന്ന ഫോണടിക്കുന്നു എന്ന് പറയുന്നത്, കടന്ന് ഉറങ്ങും. ഒരാൾ കോട്ടെ കടന്നു പോകുന്നത് നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഒരാൾ വന്ന് നമ്മൾ എന്താണ് ഒരു മഴ പെയ്താൽ നമ്മൾ ചാടി എഴുന്നേക്കും അല്ലേ? ഇടിവിട്ടേ ചാടി എഴുന്നേക്കും, ശരിയല്ലേ? ഇടിവിട്ടേ ചാടി എഴുന്നേക്കും. മഴയെന്ന് പറയും, ഇടിയാന്ന് പറയും. ആ സ്ഥാനത്ത് കർത്താവ് ഇവിടെ കൊടുങ്കാറ്റടി കാറ്റ് അടിച്ച് ബോട്ടൊക്കെ അടിച്ച് നോക്കി. നിങ്ങൾ ബോട്ടം കയറിയിട്ടുണ്ടോ? കടലിൽ പോയി ബോട്ടം കയറിയിട്ടുണ്ടോ? പണ്ടത്തെ ബോട്ടം പായക്കപ്പല കയറിയിട്ടുണ്ട് ബോട്ടയിൽ. നിങ്ങൾ വല്ലപ്പോഴും ഷിപ്പിൽ യാത്രയാണോ? ഇങ്ങനെ കടലിൽ അടിയോട് താഴോട്ട് ഒറ്റ അടിയാണ് നേരത്തോട്ട്. തിര താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ താഴോട്ട് പോകും, തിര അങ്ങോട്ട് മേലോട്ട് പോകും. അപ്പം ബോട്ട് പോകും. അങ്ങോട്ട് ഒറ്റ ഇടിയില്ല, നമ്മൾ ഇടുന്നത് പോലെ. ഇതാ നമ്മൾ പയ്യെ കൊണ്ടിടുകയല്ല, നമ്മൾ ഒരു തെങ്ങിൻ്റെ മേളിൽ നമ്മൾ താഴോട്ടിടുവാണ് ഇരിക്കും. അതുപോലെ ഒന്ന് ഇടിച്ച് അങ്ങനെ ഇത് വരുന്നത് തിരമാലയ്ക്കകത്ത് അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോയി കഴിഞ്ഞാൽ ഛർദ്ദിച്ചൊരു വരുമോ? ബോട്ടിലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഛർദ്ദിച്ചൊരു വരുമോ? കുറച്ച് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, തിരമാലയുടെ അപ്പുറം പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആ ഫ്ലൈറ്റ് വരുന്നത് കുടിക്കാൻ കൊണ്ടുവരുമോ? അപ്പൊ അവിടെയാണ് ശിഷ്യന്മാരെ വന്നിട്ട് ചോദിക്കുന്നത്, എന്താണ് എന്താ അവന്മാരുടെ വിചാരം മുഴുവൻ എങ്ങനെയും ചത്തുപോകുന്നുള്ള വിചാരം. നോക്കിയേ, ശിഷ്യന്മാരുടെ വിചാരം എന്താണ്? നമ്മളെപ്പോലെ തന്നെയാ, നമ്മളെപ്പോലെ തന്നെയാ അല്ലേ? തീരും, നമ്മൾ പറഞ്ഞാൽ തോറ് തീരും, എന്തോടെ ഞാൻ തീരും, അവസാനിക്കാം, ഏറ്റവും എല്ലാം തീരും. നമ്മൾ പറഞ്ഞിടക്കുന്നത് തന്നെയല്ലേ? നമ്മളെ പറഞ്ഞിരുന്നില്ലേ, നമ്മുടെ മനസ്സിലെല്ലാം ഇത് തന്നെയാണ് എപ്പോഴും. പിന്നെ ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഉണർത്തണം. രാത്രി ഉണർത്ത് കർത്താവിനെ ഉണർത്തണം. നമ്മൾ രാത്രി പോയി ഉണർത്താവോ? യേശുവിനെ വിളിക്കണം കർത്താവ് എഴുന്നേൽക്ക്. ഞാൻ ചോദിച്ചോ, ഞാൻ കർത്താവ് ചോദിക്കണം, നീ എന്നെ ഉണർത്താറില്ലേ? കാരണം ഞാൻ മര്യാദ 10 മണിക്കൂർ ജോലി ചെയ്തിട്ട് വന്ന് കിടന്നുറങ്ങുമ്പോൾ എന്നെ 2-3 പ്രാവശ്യം കർത്താവ് ഉണർത്തും. എന്തിനു വേണ്ടിയാ? പ്രാർത്ഥിക്കാൻ വേണ്ടി. അങ്ങനെയാണ് നമുക്ക് ഉണർത്താനുള്ള ഇതുണ്ട്, ശരിയല്ലേ? എടാ, ദൈവത്തിന് എല്ലാം ഉണർത്താൻ എന്തിനു വേണ്ടി? പ്രാർത്ഥിക്കാൻ അല്ലേ? അങ്ങനെയാണ് നമുക്ക് റൈറ്റ് ഉണ്ടോ? ഒരാൾ മാത്രമുള്ള റൈറ്റ് അല്ല, നമുക്ക് റൈറ്റ് ഉണ്ട്. എന്താണ്? ഉണർത്താൻ. അങ്ങനെ പക്ഷെ നമ്മൾ അതിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, യേശുവിനായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ രോഗം മുഴുവൻ നടന്നിട്ട് പോയി ഉണർത്താൻ പോയി കഴിഞ്ഞാൽ പിശാച് നമ്മളെ ഉണർത്തും. അവിടെ രാത്രി ഏറ്റെടുത്താൽ എന്താ ചെയ്യേണ്ടത്? ഉണർത്തണം കേട്ടോ. അവിടെ പറഞ്ഞത് വിക്ടോറിയസ് ആർക്ക് കിട്ടുന്നത്? ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് വിക്ടോറിയസ് കിട്ടുന്നത്. ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യണം, അതേ പറയാൻ വന്നത്. ഫെയ്ത്ത് എന്താണ്? പ്രിപ്പറേഷൻ മെസ്സേജ് അല്ലേ പറയുന്നത്. ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ വായിച്ചല്ലോ അപ്പോസ്തലർ പ്രവചിക്കാത്ത നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനും ശക്തിയാലും നിറച്ചു. ഇവിടെ ദൈവത്തെ എന്തിനാ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നത്? ദൈവത്തിന്റെ മേളിൽ നിന്ന് ശക്തി കൊടുക്കുന്നത് ദൈവമല്ലേ? യേശു ദൈവം തന്നെയല്ലേ? പിന്നെ എന്തിനാ പരിശുദ്ധാത്മാവും ശക്തി കൊണ്ടൊക്കെ ദൈവം നിറയ്ക്കുന്നതിനാ? പക്ഷെ ഭൂമിയിൽ ജീവിച്ച യേശു മനുഷ്യനായിട്ട് തന്നെയാ അല്ലേ? ദൈവമാണെങ്കിൽ മനുഷ്യനാണ്. പാവം ഒഴിച്ച് ബാക്കി എല്ലാം മനുഷ്യനായിരുന്നു. അപ്പൊ ഭൂമി ജീവിക്കണമെങ്കിൽ യേശുവിന് എന്താ? ആര് വേണം? അപ്പൊ ഇന്ന് മുതലുള്ള പരിശുദ്ധാത്മാവിന്റെ ആവശ്യം ഒട്ടും ചോദിച്ചുകൊണ്ടിരിക്കണം. അതെന്നും ചോദിക്കണം, പരിശുദ്ധാത്മാവാണോ? ഇതാണ് എനിക്ക് യേശുവിന് കൊടുക്കാമെങ്കിൽ എനിക്കും വേണം പരിശുദ്ധാത്മാവ്. രണ്ടെന്തായിരുന്നു? ശക്തി വേണമെന്ന്. ശക്തി ഉള്ളതുകൊണ്ട് ആ ഭൂതങ്ങളെ പുറത്താക്കുകയും നന്മ ചെയ്തു. മനസ്സിലായോ? പരിശുദ്ധാത്മാവും ശക്തി ഉള്ളത് കൊണ്ടാണ് യേശു ഭൂതങ്ങളെ പുറത്താക്കിയതും നന്മ ചെയ്തു അല്ലേ? അവിടെ എഴുതിച്ചിരിക്കുന്ന. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല യേശുവിന്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം? ശക്തി വേണം. ഇൻക്രിമെന്റ് അല്ലേ ചോദിക്കണ്ടോ? ശക്തി വേണം. മനസ്സിലായോ? നല്ല ഉറക്കമല്ല, കർത്താവ് ശക്തി തരാം എന്ന് പറയണം നിങ്ങൾ. കർത്താവ് എനിക്ക് ശക്തി വേണം, എനിക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ ശക്തി വേണം. അപ്പൊ നിങ്ങൾക്ക് ആ ശക്തി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ഭൂതങ്ങളെല്ലാം പുറത്താവും. നിങ്ങൾ പിന്നെ പാസ്റ്റേഴ്സിനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഈ ട്രിക്ക് തരാത്ത, ഈ ട്രിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പാസ്റ്റേഴ്സ് പറയാത്തത് നിങ്ങൾ ശക്തി പ്രാപിക്കണം എന്ന് പറയാത്തത്. ശക്തി പ്രാപിച്ചാല് ഒന്ന് നിങ്ങളുടെ ഭൂതം പുറത്താവും, 2 നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഭൂതം പുറത്താവും, 3 നിങ്ങളുടെ പിള്ളേരുടെ ഭൂതങ്ങളെല്ലാം പുറത്താവും. നിങ്ങൾ ഡോക്ടറെ വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ പിള്ളേരെ സൗഖ്യമാക്കാൻ പറ്റും. നിങ്ങളുടെ പിള്ളേരെ സൗഖ്യമാക്കും, നിങ്ങൾ തന്നെ സൗഖ്യമാക്കും. എന്ത് വേണം? ശക്തി വേണം. ആത്മാവും വേണം, ശക്തിയും വേണം. ഇന്ന് രാത്രി ശക്തിക്ക് പ്രാർത്ഥിക്കാം. നസറായ യേശുവിനെ ശക്തി കൊണ്ട് നിറയ്ക്കാൻ നമ്മൾക്കും ആവശ്യം അല്ലേ?
നസ്രാന യേശുവിന് ശക്തി വേണം അല്ലേ? ആത്മാവ് കൊണ്ട് ശക്തി വന്നു. ആര് നിറച്ചു? ദൈവം നിറച്ചു. ഇതിനകത്ത് കർത്താവ് പറയുന്ന ശക്തി എന്ന് വായിക്കാൻ പറഞ്ഞു. മൂന്നാമത്തെ വിഷയം എന്താണ്? ഈറ്റ് ഫ്രം ദ ട്രീ ഓഫ് ലൈഫ്. ഇവിടെ പറയുന്നത് എ പ്രോമിസ് ഓഫ് ഇറ്റേണൽ ലൈഫ് ആൻഡ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. മനസ്സിലായോ? അതായത് ഏദനില് ആദാമിനും ഹവ്വായ്ക്കും ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു അല്ലെ? ദൈവമായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് എന്താണ്? അവരോട് പറഞ്ഞത് എന്താണ്? അവർക്കൊരു കൂട്ടായ്മ. ആ കൂട്ടായ്മ ആരും അടക്കി തരും? ഇവിടെ നമുക്ക് ദൈവരാജ്യത്തിൽ എന്താ കൂട്ടായ്മ ഉണ്ട്. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആദാമിന് ഹവ്വായ്ക്ക് കൊടുത്ത ഏതിനും കൊടുത്ത ആ കൂട്ടായ്മ നമുക്ക് മടക്കി തരും. കണ്ടോ? ഹല്ലേലൂയ. ആ കൂട്ടായ്മ നമുക്ക് മടക്കി തരും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഫെലോഷിപ്പ് ആണ് തരാം. മൂന്നാമത്തെ കാര്യം എന്താണ്? ഈറ്റ് ഫ്രം ദ ട്രീ ഓഫ് ലൈഫ്. അത് ഫെലോഷിപ്പിനെ കാണിക്കുന്നു. ഫെലോഷിപ്പിനെ കാണിക്കുന്നു. കേട്ടോ? അവിടെ നിൽക്കട്ടെ. അപ്പം റിലേഷൻ 2:7 നിൽക്കട്ടെ. വേറെ വാക്യം വായിച്ചത് റിലേഷൻ 22 രണ്ടാമത്തെ വാക്യം ഞാൻ വായിക്കാം. 2 നദി 1-ാം വാക്യം. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതിയുള്ള രോഗശാന്തിക്ക് ഉതകുന്നു. റെവലേഷൻ 22-ന്റെ 1-ാം വാക്യവും 2-ാം വാക്യവും വായിച്ചേ. 22-ന്റെ 1-2 വായിച്ചു നോക്കി. അതാ വായിച്ചേ. ഇംഗ്ലീഷ് വായിക്കാം. And he showed me a pure river of water of life, clear as crystal, proceeding from the throne of God and of the Lamb. In the middle of its street and on either side of the river was a tree of life, which bore 12 fruits, each tree yielding its fruit every month. The leaves of the tree were for the healing of the nations. Okay. ഈ റിവലേഷൻ 22-1-2 നമ്മൾ വായിക്കും കാണാൻ പറ്റും. Crystal clear river of the water of life. It's a following from God's throne. Along the river grow the tree of life, which bear from fruit every month, and futures leaves meat for the healings of the nations. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഒന്ന് റിവർ ഓഫ് ലൈഫ്. ഇവിടെ ഈ റിവർ ഓഫ് ലൈഫ് എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റേണൽ ലൈഫ് അല്ലേ? റിവർ ഓഫ് ലൈഫ് എപ്പോഴും റിഫ്രഷ് ആയിക്കോട്ടെ. റിവർ ഓഫ് ലൈഫ് മനസ്സിലായോ? പടങ്ങുന്നതിന് എപ്പോഴും നല്ല റീഫ്രഷ് ആയിരിക്കും. നമ്മൾ ക്ഷീണം കാണുന്നു. ഈ നദികളുടെ പ്രത്യേകത എന്താണ്? റിവർ ഓഫ് ലൈഫ് ആയി മനസ്സിലായി. ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എപ്പോഴും ലൈഫുള്ള ഒരു നദി അല്ലേ? ഈ നദി നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെന്താണ് അനോയിന്റിങ് വന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ നദി വന്നു കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാകില്ല. ഈ ക്ഷീണം വരുന്നതിന് കാരണം, ആത്മാവിന്റെ ക്ഷീണം വരുന്നതിന് കാരണം എന്താണ്? നമ്മൾ തളർന്നു പോകാൻ കാരണം എന്താണ്? ആത്മസാന്നിധ്യം കുറയുമ്പോഴാണ് തളർന്നു പോകുന്നത് അല്ലേ? ആത്മസാന്നിധ്യം കുറയുമ്പോഴാണ്. നമ്മൾ വചനം വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ജീവൻ ഉണ്ടാകുന്ന കാര്യം എന്താണ്? ആത്മസാന്നിധ്യം കുറഞ്ഞു പോകുന്നത്. ശരിയല്ലേ? ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനോയിന്റിങ് നല്ലപ്രസക്തി ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ സന്ദേശം ശക്തി ലഭിക്കണം. നിങ്ങൾക്ക് ശക്തി ലഭിക്കണം, പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരണം. ഇപ്പൊ റിവർ ഓഫ് ലൈഫ് ഇത് നമുക്ക് സ്വർഗ്ഗത്തിൽ നമുക്ക് കിട്ടും. ഹല്ലേലൂയ. ആ പളുങ്ക് നദിയിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കും. ഒരു റിഫ്രഷ്മെന്റിനെ കാണിക്കുന്നു. നോക്കിയേ, നമ്മുടെ വചനം 100 പ്രാവശ്യം വായിക്കട്ടെ. ആ വചനത്തിന് ജീവനില്ലെങ്കിലോ? വചനം ദൈവമാണ്, വചനം യേശുവാണ്. പക്ഷേ നമ്മൾ വായിക്കുന്ന വചനത്തിനകത്ത് എന്തുണ്ടാവണം? ജീവനുണ്ടാവണം. എന്നാലും ഉള്ളത് ആക്റ്റീവ് ആക്കും. മനസ്സിലായോ? ഇപ്പൊ യേശുവിന്റെ അടിപ്പണകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ 100 പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് സൗഖ്യമാകുന്നില്ല. എന്തുകൊണ്ടാണ്? ഇതാരും വിശ്വസിക്കുന്നില്ല. പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നിങ്ങൾ പറയുന്ന വചനത്തിൻ്റെ അകത്ത് ജീവൻ ഉണ്ടാകുന്നില്ല. ആ പറയുന്ന വചനത്തിൻ്റെ അകത്ത് എന്തുണ്ടാവണം?
ശക്തി പ്രാപിക്കണം, ശക്തി ഉണ്ടാവണം. അതാണ് ആ റിവർ ഓഫ് ലൈഫ്. മനസ്സിലായോ? ആ റിവർ, ആ ലൈഫ് അതിനകത്ത് കയറണം. വെള്ളത്തിന്മേൽ പരിശുദ്ധാത്മ പരിവർത്തിച്ചു. അപ്പോഴാണെങ്കിൽ ആ ലൈഫ് ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ വായിക്കുന്ന ആ റിവർ, ആ വചനത്തിന്റെ അകത്ത് എന്തുണ്ടാവണം? ശക്തി ഉണ്ടാവണം. അല്ലെങ്കിൽ ആ വെള്ളം ഇറങ്ങി വരണം. ആ ലൈഫ്, ആ ഇറ്റർണൽ ലൈഫ്, അല്ലെങ്കിൽ യേശുവിന്റെ ശക്തിയോട് നോക്കിയേ. ഞാൻ ചോദിച്ചത്, ഈ നേരത്തെ നമ്മൾ പറഞ്ഞു, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയായിരുന്നു പറഞ്ഞു. നസറേനായ യേശു ആരാ? വചനം ജഡമായി തോന്നും. വചനം, ആ വചനത്തെ ആര് നിറച്ചു? പരിശുദ്ധാത്മാവിൽ നിറച്ചു, ശക്തിയാൽ നിറച്ചു. അപ്പൊ ദൈവത്തിന്റെ വചനം എന്തുവാ? ദൈവത്തിന്റെ വചനം യേശു. ദൈവത്തിന്റെ വചനം എന്തുവാ? വചനം അല്ലേ? യേശു. പക്ഷെ ആ വചനത്തിന് മേളിൽ എന്ത് സംഭവിക്കണം? പരിശുദ്ധാത്മാവ് വരണം, ശക്തിയും വരണം. എങ്കിൽ മാത്രമേ അത് ആക്റ്റീവ് ആകൂ. അതുകൊണ്ടാണ് എത്ര വചനമായി പ്രാർത്ഥിച്ചിട്ടും അത് ആക്റ്റീവ് ആക്കുന്ന കാര്യം അതാ, നിങ്ങൾക്ക് ആ ശക്തിയും വചനം കിട്ടാത്തതുകൊണ്ടാണ്. പറയുന്ന വചനത്തിന്റെ അർത്ഥത്തിൽ ശക്തി ഉണ്ടാവണം, സാന്നിധ്യം ഉണ്ടാവണം. അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. മനസ്സിലായോ? അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. അല്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ശക്തി ഇല്ലെങ്കിൽ അതിൻ്റെ അതൊക്കെ അത് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനം ശക്തി വെച്ചാൽ അത് എൻ്റെതായ പ്രവർത്തികൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെതായ പ്രവർത്തികൾ ചെയ്തിട്ട് മടങ്ങി വരത്തുള്ളൂ. ഞാൻ പറഞ്ഞത് ആ സെക്കൻഡിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അതാ ഉദ്ദേശിക്കുന്നത്. ഈ ഇൻസ്റ്റന്റ് എന്തെങ്കിലും കാണണമെങ്കിൽ അതിന്റെ ശക്തി വ്യാപിക്കണം. ദൈവത്തിന്റെ വചന ശക്തി ഇല്ലെന്നും അല്ലെങ്കിൽ നാളെ പറയരുത്, അങ്ങനെയല്ല. അത് ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ വചന ദൈവം തന്നെയാണ്. പക്ഷെ അതിൻ്റെതായ പ്രവർത്തികൾ ചെയ്തിട്ട് മടങ്ങി വരത്തുള്ളൂ. പക്ഷെ നമുക്കത് കണ്ണുകൊണ്ട് കാണണമെങ്കിൽ അന്നേരം ഒരു വിടൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ അകത്ത് അനോയിന്റിംഗ് ഉണ്ടാവും, റിവലേഷൻ ഉണ്ടാവും. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പോൾ the tree of life ഏതാണെന്നുണ്ടോ? tree of life ജീസസ്. അവിടെ നിർത്തട്ടെ. അടുത്ത കഥ ലൂക്ക് 24 13 മുതൽ 15 വരെ. ലൂക്ക്. അന്ന് തന്നെ അവരിൽ രണ്ടുപേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരിച്ച് തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുദാനും അടുത്തിരുന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഇക്കാര്യം എന്തെന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഏതെന്ന് അവൻ അവരോട് ചോദിച്ചതിനെ അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകലനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലെ ശക്തിയുള്ള പ്രവാചകനായിരുന്ന നാസറേയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു. അതിന്റെ 25-31 വാക്യം. അയ്യോ ബുദ്ധിഹീനരെ, സഭയുടെ ഇടപെട്ടെങ്കിൽ ലൂക്ക് 25-31 വാക്യം യേശു ഇടപെട്ടത്. യെസ്, എന്താണ് സ്റ്റോറി നമുക്കറിയാം. നമുക്കറിയാം. നിങ്ങൾ സ്റ്റോറി പിന്നെ വായിച്ചാൽ മതി. റോഡ് ഓഫ് എമൂസ് റോഡിൽ ഒരു സ്റ്റോറി കഥാ പറയുന്നുണ്ട്. നടന്നു പോകുമ്പോൾ യേശുവിനെ കൂടെ നടക്കുന്ന സ്റ്റോറിയാണ് അത്. നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി സ്റ്റോറി. പക്ഷെ ദൈവം ഇടപെട്ട വാക്യം ഇതാണ് 25-31 വരെ വായിക്കണം. Revelation അതാ. ഓക്കെ. അയ്യോ ബുദ്ധിഹീനരെ, that Jesus rebuked their lack of understanding. അല്ലയോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുകയെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ. കണ്ടോ? പ്രവാചകന്മാര് പറഞ്ഞതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ. നിങ്ങൾക്ക് എന്തുമാത്രം ദൂത് ദൈവം തന്നതാ. ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്ത് പറയാം? കർത്താവ് എന്താ പറഞ്ഞത്? എന്താണ്? ഞാനങ്ങനെ പറയുന്നില്ല, കർത്താവ് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതാ. മന്ദബുദ്ധികൾ അല്ലേ? മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങൾക്ക് 25 വയസ്സുണ്ട്, പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ 8 വയസ്സുണ്ടെങ്കിൽ അതിന് മന്ദബുദ്ധി എന്ന് പറയുന്നത്. ശരിയല്ലേ? നിങ്ങളുടെ ബ്രെയിൻ 25, എനിക്കിപ്പം ഇത്ര വയസ്സുണ്ട്, പക്ഷെ എനിക്ക് 6 വയസ്സുള്ള വയസ്സാണെങ്കിൽ എൻ്റെ ബ്രെയിൻ ഞാനില്ല ഈ ബെഞ്ചക്കടൊക്കെ ചാടി നടക്കും. ശരിയല്ലേ? ഞാൻ ഇത്രയും പ്രായമുള്ള ആള്, എനിക്ക് 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ ബ്രെയിൻ ഉണ്ടെങ്കിലോ അതിനെ മന്ദബുദ്ധി എന്ന് പറയുന്നത്. പാസ്റ്റിന്റെ മൊബൈൽ പോയി എടുക്കും, ഞാൻ പാസ്റ്റിന് വെള്ളം പോയി എടുക്കും, അവിടെ ഇരിക്കുന്ന ബൈബിൾ എടുത്തുകൊണ്ട് പോകും, നിങ്ങളുടെ ഷോളൊക്കെ എടുത്തുകൊണ്ട് പോകും. ശരിയല്ലേ പറയുന്നത്? ഈ ബെഞ്ചക്കടൊക്കെ ചാടി നടക്കും. 6 വയസ്സുള്ള കൊച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വിഷമിക്കത്തില്ല, പ്രയാസം വരത്തില്ല. കാരണം അവൻ 6 വയസ്സേ ഉള്ളൂ. നമുക്കറിയാം അവൻ 6 വയസ്സുള്ളൂ, അവൻ്റെ ബുദ്ധി അത്രേ ഉള്ളൂ. പക്ഷേ 50 വയസ്സുള്ള ഒരാൾ ഇത് ചെയ്യുവാണെങ്കിലോ അതിനെന്താ ആൾക്കാർ പറയുന്നത്? മന്ദബുദ്ധി എന്ന് പറയും.
അവരെ യേശു പറഞ്ഞ സിമ്പിൾ. പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ അരച്ച് കലക്കി പഠിച്ച് നിങ്ങൾ പ്രസംഗിക്കുന്നോ അല്ലേ? നിങ്ങൾ കേട്ട ദൂതുകളാണ്. എത്ര വർഷമായിട്ട് നിങ്ങൾ ദൂത് കേട്ടതാ? പിടിപ്പിക്കാം എന്നിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വീണ്ടും നമ്മുടെ ചിന്തയിലെന്ന് പറഞ്ഞിരിക്കുന്നത്, വീണ്ടും നമ്മുടെ പ്രാർത്ഥനയിലെന്ന് പോവാം, വീണ്ടും അത് തന്നെ റിപ്പീറ്റേഷൻ ചോദിക്കുക. അതിനർത്ഥം യേശുവിന് നമ്മൾ വിശ്വാസമില്ല. ശരിയല്ലേ? നമുക്ക് യേശുവിന് വിശ്വാസമില്ല. ശരിയല്ലേ ബ്രദറെ? വിശ്വാസമില്ല. അപ്പോൾ അവിടെ പറയാൻ യേശു പറയുന്നത് എന്താണ്? അല്ലയോ മന്ദബുദ്ധികളെ. വായിച്ചു പാസേ. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈ ദൈവവചനത്തിന് നിങ്ങൾക്ക് റെവലേഷൻ ശക്തി ഉണ്ടാകണമെങ്കിൽ അറിയോ? വളരെ വായിച്ചു ദൈവത്തിന് ശക്തി ഉണ്ടത്തില്ല. മെഡിറ്റേറ്റ് ചെയ്തതിന് ശക്തി ഉണ്ടല്ലോ. അത് പറയാൻ വേണ്ടി വന്നോ. നമ്മള് ഈ 91 സങ്കീർത്തനം നമ്മൾ എന്റെ ചെറുപ്പം മുതൽ കേൾക്കുന്ന അല്ലേ? നിങ്ങൾക്ക് എല്ലാം കേൾക്കുന്ന 91 സങ്കീർത്തനം നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ്. നിങ്ങൾ പള്ളി പോയിട്ടുള്ളവരെല്ലാം കേൾക്കുന്ന, പള്ളി പോകുന്നവരെല്ലാം കേൾക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലെല്ലാം സന്ധ്യാ പ്രാർത്ഥനയിൽ അന്നൊരു പാട്ട് പാടി 91 സങ്കീർത്തനം പാടാത്ത വീട്ടുകാരില്ല. ഇന്ന് വരെ നമുക്ക് അതിന്റെ റിവലേഷൻ കേട്ടിട്ടുണ്ടോ? നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടല്ലേ അതിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ആഴങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിന്റെ റിവലേഷൻ കിട്ടുന്നത്. ശരിയല്ലേ? അപ്പോൾ വചനം ധ്യാനിച്ചെങ്കിൽ മാത്രമല്ല ശക്തി വ്യാപരിക്കുള്ളൂ. പ്രൈസ് ഗോഡ്. ഇന്ന് മുതൽ എന്തിനാണ് നിങ്ങൾ വചനം ധ്യാനിക്കണം, വചനം വായിക്കുകയും ചെയ്യണം, ധ്യാനിക്കുകയും ചെയ്യണം. മനസ്സിലായോ? ഒരു ഭാഗം എടുത്തിട്ട് നിങ്ങൾ എന്തിനാ അയവിറക്കണം, അത് വായിച്ചിട്ട് അയവിറക്കണം. അവിടെയാണ് ശക്തി വ്യാപരിക്കുന്നത് അല്ലേ? തന്റെ നിഴലിൻ കീഴിൽ സൂക്ഷിക്കും. എന്താണ്? ദ പ്രസൻസ് ഓഫ് ഗോഡ്. കർത്താവ് എന്ന് മാത്രം നിഴലില്ല. കർത്താവിന്റെ നിഴൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല, കുട പിടിച്ചിറക്കാൻ പറ്റില്ല. പ്രസൻസ് അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ പ്രസൻസ് ഇരിക്കുന്നവർക്ക്, നിഴലിൻ കീഴിൽ ഇരിക്കുന്നവർക്ക് അവിടെ എന്താ പറയുന്നത്? ഒരു വാദ്യം കേൾക്കത്തില്ല. പ്രസൻസ് ഓഫ് ഗോഡ്. എത്ര പേര് പ്രസൻസ് നടക്കുന്നുണ്ട്? പ്രസൻസ് നടക്കാത്തതുകൊണ്ട് ഡിപ്രഷൻ കയറിപ്പിക്കുന്നത്, പ്രസൻസിൽ വരാത്തതുകൊണ്ടായി ഭൂതം കയറിപ്പിടിക്കുന്നത്, പ്രസൻസിൽ പോകാത്തതുകൊണ്ടാണ് പട്ടികൾ കടിക്കാൻ വരുന്നത്. പ്രസൻസ് എപ്പോഴും പറയണം കർത്താവിന്റെ പ്രസൻസിലുള്ളതാണ്. പ്രസൻസ് ആ ചിറങ്കിഴിയിലാണ് അല്ലെ? ചിറങ്കിഴി അവിടെ ഇരിക്കുന്ന താഴത്തെ വായിച്ച എന്താണ്? അവർ പോകുന്ന ഗ്രാമത്തോടടുത്ത അതല്ല, ഇവിടെ ആ 90 സങ്കീർത്തനത്തിന്റെ ഒരു ഭാഗം കർത്താവ് പറയുന്നത് എന്താണ്? ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. ബാധ എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിനകത്ത് കൈദോഷമുണ്ട്, കൈവശമുണ്ട്, അതിനകത്ത് എന്തുണ്ട്? ആഭിചാരമുണ്ട്, അതിനകത്ത് മന്ത്രവാദമുണ്ട് അല്ലേ? ശുദ്രങ്ങളുണ്ട്, പിന്നെന്തുവാ? കണ്ണു ദോഷം ഉണ്ടായിരിക്കും, നെഗറ്റീവ് വേർഡ്സുകളുണ്ട്. ഇതൊന്നും നിന്നോട് അടുക്കുകയില്ല. എന്താ കാരണം? എന്താ? സർവശക്തന്റെ പ്രസൻസിലായതുകൊണ്ട്. അപ്പൊ രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കും രാത്രി എല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ച് നടക്കണം. കർത്താവ് പ്രസൻസിനായി പ്രാർത്ഥിക്കണം. വചനം നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് പ്രസൻസ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? വർഷിപ്പിൻ്റെ അത് പ്രസൻസ് ഉണ്ട്, പക്ഷെ ആ സമയത്ത് മാത്രമേ പ്രസൻസ് കാണത്തുള്ളൂ. നിങ്ങൾ വർഷിപ്പ് ചെയ്യുമ്പോഴത്തേക്ക്, നിങ്ങൾ വർഷിപ്പ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് പ്രസൻസ് കാണും. പക്ഷെ വചനം അങ്ങനെയല്ല. വചനം ധ്യാനിക്കുമ്പോൾ ആ പ്രസൻസ് എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. ഒന്ന്, റെവലേഷൻ കിട്ടും അല്ലേ? രണ്ട്, വചനം പറയുമ്പോൾ ആ പ്രസൻസ് ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ പറയുന്നത് വചനം പറ, നിങ്ങൾ വായി തുറന്ന് സംസാരിക്കും, വായി തുറന്ന് സംസാരിക്കുക. നമ്മൾ വായി തുറന്ന് സംസാരിച്ചെങ്കിലുള്ള ശക്തി വ്യാപരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ അവർക്ക് മൗനമായിട്ടിരുന്ന പ്രാർത്ഥന ദൈവം കേൾക്കും, മൗനമായിട്ടിരുന്നാലും കേൾക്കും. പക്ഷെ നമുക്ക് വിടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഡോർ തുറക്കുക, യേശുവിൻ്റെ നാമത്തിൽ കട്ടളപ്പടികളാണ് അല്ലേ? എന്താ പറയുന്നത്? നിന്റെ കടന്നുപോയി ദുഃഖങ്ങൾ നിരപ്പാക്കി താമര പോലെ തകർക്ക്. യേശുവിൻ്റെ നാമം ബി ഹീൽ. എൻ്റെ കൊച്ചുകൂടെ പറഞ്ഞു യേശുവിൻ്റെ നാമം ബി ഹീൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ബി ഹീൽ. നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അല്ലേ നമ്മൾ പറയണത്, പറഞ്ഞ് 10 പ്രാവശ്യം പറയണം. ഒരു രോഗം വന്നാൽ അന്നേരം പറഞ്ഞുകൊണ്ടിരിക്കണം ബി ഹീൽ, ദ നെയിം ഓഫ് ജീസസ്. ഒരു ഇത് വന്നാൽ, ഒരു പനി വന്നാൽ പറഞ്ഞുകൊണ്ടിരിക്കണം ഇപ്പം തന്നെ യേശുവിൻ്റെ നാമം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം തന്നെ ഒരു സഹോദരി നന്ന് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നത് ഏതൊരു എൻ്റെ ഒരു പ്രസംഗം കേട്ടിട്ട് അവസാനം ഞാനൊരു ഹീലിംഗ് ഞാൻ കോമണായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. യേശുവിൻ്റെ നാമത്തിനെ കാണുന്നതല്ല സൗഖ്യമാകാൻ പറയാറുണ്ട്. അപ്പോൾ അവരെന്നേരം പനി പിടിച്ചിരിക്കുകയായിരുന്നു. അവരും പറഞ്ഞു ഞാൻ സൗഖ്യമാണ് യേശുവിൻ്റെ നാമത്തിൽ, അന്നേരം സൗഖ്യമായിട്ട്. നമ്മൾ പറഞ്ഞ കൂടെ തന്നെ ആ വിഷയത്തിൽ അവരങ്ങ് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ നമ്മളൊക്കെ പറയണം, വിശ്വാസത്തിൽ എല്ലാം ചെയ്യുന്നത്. എത്ര പേര് ടെലിവിഷൻ ലിസ്റ്റ് കണ്ടിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഭാഷയെ സൗഖ്യമായി.
എത്ര പേര് ഞാൻ ലാസ്റ്റ് പ്രാർത്ഥിക്കും, അതാ വീണ്ടും പ്രാർത്ഥനയൊന്നുമല്ല, ബി ഹീൽഡ് നിയമം ചെയ്തു, ക്യാൻസർ നീ മാറിപ്പോകും, രോഗം ഇന്ന രോഗം ഞാൻ ശാസിക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവർ തല കൈവച്ചു അല്ലെങ്കിൽ അവിടെ രോഗമുള്ളവരെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കും. എത്ര പേര് കണ്ടിട്ടുള്ളത്? അവരെന്നും വിളിച്ച് പറയും ഞാൻ സൗഖ്യമെന്ന് പറയും. കാരണം ആ വചനത്തിന്റെ ശക്തിയാണ്, നമ്മുടെ ശക്തിയല്ല. കാരണം നമ്മൾ അഭിഷേകത്തിൽ ശുശ്രൂഷിച്ച് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ അനോയിറ്റിംഗ് ഇല്ല, പവറില്ല. വചനം പവറില്ല, വചനം ധ്യാനിച്ച് പറഞ്ഞിരിക്കുന്ന പവറില്ല അല്ലേ? നമ്മുടെ വായിൽ കൽപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് അത് തന്നെ. നിങ്ങൾ വീട്ടിൽ ചേരണം. നിങ്ങൾ കുറച്ച് നേരം ആരാധിച്ചിട്ട് ഒരു വചനം ധ്യാനിച്ചിട്ട് അപ്പം പവറായി, വചനത്തിന്മേൽ ശക്തിയായി, അതിലെ വചനത്തിന്മേൽ ശക്തിയായി, വചനത്തിന്മേൽ വെള്ളമായി, ലൈഫായി, ജീവനായി, പവറായി. എന്ത് പറയണം? നിങ്ങളുടെ വായിൽ നിന്ന് പ്രസ്താവിക്കണം. അപ്പോൾ ആ വചനം ബും ബോംബ് പോലെ വീഴും. ആചാര്യ ഉപദേശം ബോംബിടുമായിരുന്നു, കേട്ടിട്ടുണ്ടോ? പുള്ളി ബോംബിടുകയാണ്, മീൻസ് വചനത്തിന്റെ ബോംബിടുകയാണ്. പുള്ളി പറയുകയാണ് ഞാൻ ബോംബ് ഇന്ന വചനം ഞാൻ ബോംബ് എന്റെ സ്ഥലത്ത് എറിയാന്ന് പറയും. നമ്മുടെ റിയൽ ബോംബല്ല, വചനത്തിന്റെ ബോംബ്. ഹല്ലേലൂയ. നിന്റെ ശബ്ദത്തിൽ നിന്നും യേശുനാമത്തെ പറ, 10 പ്രാവശ്യം പറ. നിന്റെ ശബ്ദത്തിൽ യേശുനാമത്തെ നിന്നും മനസ്സിലായോ? 10 പ്രാവശ്യം പറയണം. അങ്ങനെ പറയണം, നമ്മൾ കൽപ്പിക്കണം. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോട് പാർക്കുക, നേരം വഴി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോട് പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവന്റെ കണ്ണ് തുറന്ന ഉടനെ അവരുടെ കണ്ണ് തുറന്നു. കണ്ടോ? അപ്പം ആരാ? യേശു. യേശു സാക്ഷാൽ അപ്പമാണ് അല്ലെ? സ്വർഗത്തിലെ അപ്പം. അപ്പം അവർ ഭക്ഷിച്ചപ്പോൾ, വാഴ്ച നുറുക്കി കൊടുത്ത് അവർ ഭക്ഷിച്ചപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. ഉണ്ടോ? ആത്മാവിന്റെ കണ്ണ് തുറന്നു. ഈ കണ്ണല്ല കേട്ടോ, ഈ കണ്ണവർക്ക് ഉണ്ടായിരുന്നു, അവർക്ക് യേശുവിനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഈ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ, ഈ കണ്ണല്ല ആത്മാവിന്റെ കണ്ണ്. അപ്പൊ ആത്മാവിന് എന്തുണ്ട്? കണ്ണുണ്ട്. യേശു ആ ആത്മാവിന്റെ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിനെ കാണാൻ പറ്റത്തുള്ളൂ. അതിനെന്ത് ചെയ്യണം? നമ്മള് അപ്പം നുറുക്കി കഴിക്കണം. യേശുവിനെ നമ്മൾ ഭക്ഷിച്ചെങ്കിൽ, യേശു വചനം അല്ലെ, വചനത്തെ ഭക്ഷിക്കണം. 1. 2, കത്രിമേശയിൽ നമ്മൾ ഭക്ഷിക്കണം. പാനം ചെയ്യുമ്പോഴാണ് നമ്മൾ ആത്മാവിന്റെ കണ്ണ് തുറക്കുന്നത്. കത്രിമേശ മാറിയിരിക്കരുത്. ഹല്ലേലൂയ. അത് ആത്മാവിനെ അവന് കണ്ണ് തുറക്കും. അല്ലേ? കണ്ണ് തുറക്കും. കണ്ണ് തുറന്നെങ്കിലൂടെ ദൈവത്തെ കാണാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കണ്ണ് തുറന്നെങ്കിൽ പിതാവിനെ കാണാൻ പറ്റത്തുള്ളൂ, ആ ഗ്ലോറി കാണാൻ പറ്റത്തുള്ളൂ. കണ്ണ് തുറന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. സ്പിരിറ്റാണെങ്കിലും കാണാൻ പറ്റും. സ്പിരിറ്റ് രൂപമൊന്നുമില്ല. യേശുവിനെ മാത്രം നമുക്ക് രൂപമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഭൂമി വന്നതുകൊണ്ട് കണ്ണ് തുറക്കണം. കണ്ണ് തുറക്കണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഈ തലയുടെ ഉച്ചിൽ ഇങ്ങനെ എൻ്റെ തലയിലൂടെ ഇങ്ങനെ തൊടുവാൻ, ഇങ്ങനെ സ്പർശിക്കാൻ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തലോടുവാനല്ലേ. ഹാലെ പരിശുദ്ധാത്മാവ് വന്നിട്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ വന്നിട്ട് തലോടുവാനല്ലേ. പരിശുദ്ധാത്മാവ് വന്നിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ തലോടുവാണെങ്കിൽ അതിന്റെ ഫീലിങ്സ് നമുക്ക് കിട്ടുമ്പോഴേ അറിയത്തുള്ളൂ അല്ലേ. അപ്പൻ വന്ന് മക്കളെ തുറന്നില്ലേ, അതുപോലെ അല്ല നമ്മൾ വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടിയിൽ വന്നിട്ട് ഒരാൾ വന്നിട്ട് ഷോൾഡർ തട്ടുന്ന പോലെ വിഷമിക്കേണ്ട. ആ കണ്ണ് തുറക്കണം, നമ്മൾ കാണണം. അപ്പൊ അവർക്ക് ആ കർത്താവ് അവരുടെ കണ്ണ് തുറക്കുവാനിടയായി. അതെന്തുവാ? അപ്പോൾ എടുത്ത് അവർക്ക് അനുഗ്രഹിച്ച് നുറുക്കി കൊടുത്തു. 32 മുതൽ 35 വാക്കുകൾ നോക്കാം. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. അപ്പൊ വചനം കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മ കത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ വചനം ധ്യാനിക്കുമ്പോൾ എന്ത് ചെയ്യണം? ബേർഡനാകാൻ പാടില്ല. അനേകരുടെ വചനം ബേർഡനാണ്. വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ശല്യം പോലെ തോന്നുന്നത്. വചനം വായിക്കുമ്പോൾ നിങ്ങൾ ഇട്ടിട്ട് പോകും. എന്തുകൊണ്ടാണ്? നിങ്ങൾ കത്തുന്നില്ല. നിങ്ങൾ വചനം വായിക്കുന്നപ്പോൾ കത്തിക്കൊണ്ടിരിക്കണം. അത് നിർത്താൻ തോന്നരുത്. ഇങ്ങനെ കത്തു. നമ്മൾ ആ വചനം വായിക്കുമ്പോൾ ഫയറോ, വചനം എന്താ? തീയ അല്ലേ? വചനം ചുറ്റിയാണ്. പാറയൊഴിച്ചപ്പോഴത്തേക്ക് ചുറ്റിയാണ്. വചനം തീയാണ്. ആ വചനമാണ് നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ട് നമ്മൾ ധ്യാനിക്കുന്നത്. ആ നമ്മുടെ കണ്ണുകൾ കൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പൊ തീയ നമ്മുടെ കണ്ണുകൊണ്ട് ഒഴുകുന്നത്. ഹല്ലേലൂയ. ഈ കത്രിമേശ എടുക്കുമ്പോൾ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ അതിന്റെ അപ്പം എടുക്കുമ്പോൾ എന്റെ കൈ 2 പേരും ചൂടാവും. പൾസ് സിസ്റ്റർ ഫീൽ ചെയ്യോ?
ഓക്കെ, എനിക്ക് ചൂടാവും, എൻ്റെ കൈ ഇങ്ങനെ പൊള്ളുന്നത് തോന്നും. കാരണം അത് ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ വരും. ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. വചനം തീയ. ചില സമയത്ത് നമ്മളിങ്ങനെ ഞാൻ വചനം പറയുമ്പോഴത്തേക്കിങ്ങനെ വായിലൊരു തീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? നമ്മൾ വചനം പറയുമ്പോൾ വായിക്കാത്തൊരു തീ, നമ്മൾ വചനം തീ ഊതെന്ന് പറഞ്ഞു തോന്നും, നമ്മൾ തീ ഊതുന്നാന്ന് തോന്നും. ഫയർ ഇങ്ങനെ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾക്കൊക്കെ തീ വരും, നമ്മുടെ കാലുകൾക്കും കൈകൾക്കൊക്കെ തീ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, ഫയർ ഒഴുകിക്കൊണ്ടിരിക്കും ചില സമയത്ത്. അതാണ് യോഹന്നാൻ പറഞ്ഞ എന്തുവാ, സ്നാപക യോഹന്നാൻ പറഞ്ഞ എന്താണ്, എന്റെ പിന്നാലെ ഒരു വരുന്നുണ്ട്, എനിക്ക് അവനെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയില്ല, അവൻ നിന്നെ പരിശുദ്ധാത്മാവിനും നിങ്ങളെ തീ കൊണ്ട് നിറയ്ക്കും. കണ്ടോ, യേശു പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് പോകുന്ന നല്ലത്, ഞാൻ പിതാവിന് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അയച്ചു തരാം, ഒരു നേരിട്ട് നിങ്ങളോട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പറെ അഡ്വക്കേറ്റ്. തീയ, പരിശുദ്ധാത്മാ തീയ. ഹല്ലേലൂയ. അത് ശുദ്ധീകരണത്തിന്റെ തീയാണ്, അത് ന്യായവിധിയുടെ തീയാണ്, അല്ലേ? പ്രൈസ് ഗോഡ്. അത് പിശാചിനെ പുറത്താക്കുന്ന തീയാണ്. നിങ്ങൾ ഈ തീ ഉണ്ടെങ്കിൽ പൈശാച ശക്തി ഉണ്ടെങ്കിൽ അടുത്ത് വരത്തില്ല. മനസ്സിലായോ? ഈ ഫയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പൈശാചിനെ വരാൻ പറ്റുന്നത് എങ്ങനെയാണ്? നിങ്ങളൊരു ഫയറായിട്ട് നിൽക്കുക, നിങ്ങളുടെ അസ്തിത്വം, നിങ്ങൾ ആറടി ഹൈറ്റുള്ള ആളാണ്, പാസ് ഇങ്ങനെ തീയായിട്ട് നിൽക്കുമോ? ഏത് പിശാചിന് വരാൻ പറ്റും പാസേ? ഒരു പിശാചിന് വരാൻ പറ്റത്തില്ല. വരുന്ന പിശാചെല്ലാം ഓടിപ്പോകും. നമ്മൾ തീയായി തീരട്ടെ. കഥ പറഞ്ഞ എന്താണ്? നിങ്ങളെ തീയായിട്ട് കളിക്കുന്നു പറഞ്ഞിരിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? തീ വന്നു. വചനം വായിച്ചപ്പോൾ കത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. കത്തിക്കൊണ്ടിരുന്നു. ജീസസ്. നമ്മളെ ഈ കേൾക്കുന്ന പ്രസംഗങ്ങൾ കത്താത്തതിന്റെ കാരണം എന്താണ്? പ്രസംഗിക്കുന്ന ആള് ഫ്രീസർ ആയതുകൊണ്ടാണ്. ശരിയല്ലേ? പ്രസംഗിക്കുന്ന ആള് ഫയർ ആണെങ്കിലോ നിങ്ങൾ കേൾക്കുന്നവരും എന്താവും? ഫയറാവും. നമ്മൾ കേൾക്കുന്ന മുഴുവൻ പ്രസംഗങ്ങൾ എന്താണ്? പുള്ളി ഫ്രീസറിൻ്റെ അകത്ത് ഇറങ്ങി സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ ഫ്രീസർ ആയിക്കൊണ്ടിരിക്കുക, നമ്മൾ ഫ്രോസൺ ആയിക്കൊണ്ടിരിക്കുക, അല്ലേ? നിങ്ങൾ ഫ്രീസറിലിരിക്കുന്ന സാധനം എടുത്ത് കൈ വെച്ചോണ്ട് പോയി കുറച്ച് നിങ്ങൾ കൈ തണുക്കും. ഇത് തന്നെയാണ് ഇപ്പോൾ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് കൺവെൻഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് മുതൽ ഇവിടെ ഇരിക്കുന്ന എന്തായി തീരണം? തീയായി തീരണം. ഹല്ലേലൂയ. തീയായി തീരണം. കർത്താവിനെ തീയാക്കണം. അപ്പൊ ഇത് രാത്രി 3 കാര്യങ്ങൾ നമ്മൾ പ്രസംഗിച്ചത് നമ്മൾ പ്രാപിക്കാൻ പോകും. അല്പസമയം പ്രാപിക്കാൻ പോകും. എന്തൊക്കെയാ പ്രാർത്ഥന നമ്മൾ പറഞ്ഞത്? ജയിക്കുന്നവന് ഒന്ന് ജയിക്കാൻ പ്രാർത്ഥിക്കണം. കർത്താവ് എനിക്ക് അവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? എനിക്ക് അവിടെ ജീവവർഷത്തിന്റെ ഫലം കഴിക്കണം. കർത്താവിന്റെ കൂടെ ഇരുന്ന്. 2 എന്റെ സ്പിരിറ്റിന്റെ ചെവി തുറക്കണം. 3 എന്താണ്? എന്റെ സ്പിരിറ്റിന്റെ കണ്ണ് തുറക്കണം. 4 എന്താണ്? എന്റെ ഹൃദയം കത്തണം. അതിനെ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും എല്ലാം കത്തണം. എനിക്ക് 5 എന്താണ്? പരിശുദ്ധാത്മാവ് തീയാൽ എന്നെ നിറയ്ക്കണം. 6 എന്താണ്? പരിശുദ്ധാത്മാ ശക്തിയാൽ എന്നെ നിറയ്ക്കണം. അല്ലേ? ഇത്രയും വിഷയം മതി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു പാട്ടിടുമ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അത് പ്രാപിക്കണം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കറക്റ്റ് സമയമാവും നേരം. അടുത്ത 5-10 മിനിറ്റ് അതിന് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ച പ്രസംഗമല്ല, പക്ഷേ ഇന്ന് നല്ല പ്രസംഗം തീർന്നുണ്ട്. കിട്ടിയവർക്ക് നല്ല, ഗ്രഹിച്ചവർക്ക് നല്ല. Praise God. Hallelujah. അധികം ശാന്തി വരുന്നു. Praise God. 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 ഇതൊരു വാക്കത്താണ്. ദൈവനോട് പറഞ്ഞ വാക്കത്താണ്. നീ എന്നോട് പറഞ്ഞ ദൈവം പറഞ്ഞ നീ എഴുതിയിരിക്കുമ്പോൾ വചനം തീർത്തി അത് പറഞ്ഞാലും തോന്നി. അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു വാക്കത്താണ്. പല ദൈവദാസന്മാരോട് പറഞ്ഞൊരു വാക്കത്താണ്. എഴുതി വരുമ്പോൾ എഴുതിയിരിക്കുമ്പോൾ ഞാൻ ദൈവം വായിക്കും. ഈ വചനം തരും, പ്രസ്താവിക്കാം. അത് എന്റെ വായായി മാറുക പറഞ്ഞതാണ്. മനസ്സിലായോ? ദൈവത്തിന്റെ വായായി പോയത് എങ്ങനെയാണ്? നമ്മൾ റാങ്കി പറയുന്നതല്ല ദൈവത്തിന്റെ വായ. ദൈവം പറയുന്നത് നമ്മൾ കേൾക്കുക, അല്ലെ? ഗ്രഹിക്കുക, അത് സ്വീകരിക്കുക, അത് ജനത്തിന് പകരുന്നതാണ് ദൈവത്തിന്റെ വായ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഹല്ലേലൂയ. നല്ല വർഷം നോക്കിയിട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന പാടുപാടി പറഞ്ഞ 6 വിഷയങ്ങൾ നമ്മൾ സ്വപ്നം പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാപിക്കണം, കൂടുതൽ പ്രാപിക്കണം. എല്ലാവരും സ്വപ്നം ചെയ്താൽ
പറഞ്ഞ 6 വർഷം പറഞ്ഞു പ്രാർത്ഥിക്കണം, പറഞ്ഞു പ്രാർത്ഥിക്കണം, അത് പറഞ്ഞു തുറക്കണം. ആരുടെ കണ്ണു തുറക്കണം കർത്താവേ, എന്റെ സ്പിരിച്വൽ കണ്ണു തുറക്കണം, സ്പിരിച്വൽ ചെവി തുറക്കണം കർത്താവേ, എന്റെ കർത്താവേ ഹൃദയം കത്താൻ കർത്താവേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ഹല്ലേലൂയ പാടുന്നു. ഹല്ലേലൂയ. റാബ റാബ റാബ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.